ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, അന്ത്യകാല പ്രവാചിക ഈ അഭിഷേക ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നാം എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഷെക്കേന ന്യൂസിലൂടെ അന്ത്യകാല പ്രവാചിക നമ്മുടെ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയ പ്രവചന സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി, നശിക്കുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, അസംഖ്യം ആത്മാക്കളുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ലോകത്തെ യേശുവിനായി നേടുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ ശുശ്രൂഷയാണ് അന്ത്യകാല പ്രവാചിക. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഇതൊരു പ്രവചന വചനമാണ്. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വെളിപാട് 12-17 വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ആരാണ് ഈ സർപ്പം? വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7, 8, 9 വചനങ്ങളിൽ കാണാൻ പറ്റും. പിശാചെന്നും സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം, ഈ സർപ്പത്തിന്റെ പേരെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ഇത് പിശാചാണ്, സാത്താനാണ്. അപ്പോൾ പിശാചെ പരിശുദ്ധ അമ്മയോട്, അമ്മ മാതാവിനോട് നേരെ കോപിക്കുകയാണ്. കാരണം പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതമാണ് നമ്മുടെ അമ്മ മാതാവ്. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്, അമ്മ മാതാവിൻ്റെ ഒരു നെടുവീർപ്പ് സ്വർഗത്തെ നിശ്ചലമാക്കുന്നു. സ്വർഗം നിശ്ചലമാവുകയാണ്. അത്രമാത്രം സ്വാധീനമുണ്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ മുൻപിൽ നമ്മുടെ അമ്മ മാതാവിനെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ദൈവകൽപ്പനകൾ കാക്കുന്നവർ. അപ്പൊ പിശാചിന്റെ മുഖ്യമായ ലക്ഷ്യം ഇതാണ്: ദൈവത്തിന്റെ കൽപ്പനകളെ തകിടം മറിക്കുക, ദൈവവചനത്തെ ഡൈലൂട്ട് ചെയ്യുക, കർത്താവിന്റെ കൽപ്പനകളെ കോംപ്രമൈസ് ചെയ്യുക. അങ്ങനെ സഭയിലും സമൂഹത്തിലുമുള്ള ദൈവ സാന്നിധ്യത്തിന് മങ്ങലേൽപ്പിക്കുക. ഇതിന് വളരെ തന്ത്രപരമായി പിശാച് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർന്നും വചനം പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന അവളുടെ സന്താനങ്ങളുടെ ആരാണത്? അത് അമ്മ മാതാവിന്റെ വിശ്വസ്തരായ മക്കളാണ്. പരിശുദ്ധ അമ്മ രൂപം കൊടുത്ത സൈന്യ നിരയാണ്, മരിയൻ സൈന്യമാണത്. യുദ്ധം ചെയ്യാൻ അത് പുറപ്പെടുകയാണ്. അപ്പൊ ഇന്ന് പിശാച് സഭയ്ക്കെതിരെ, സഭയുടെ ശുശ്രൂഷകൾക്കെതിരെ, സഭയുടെ പൗരോഹിത്യത്തിനെതിരെ, സഭയുടെ സന്യാസത്തിനെതിരെ, കർത്താവിന്റെ സഭയെ അവഹേളിക്കുവാൻ, പരിഹസിക്കുവാൻ, നിന്ദിക്കുവാൻ ഇന്ന് ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഘോര യുദ്ധത്തിൽ സഭയെ നയിക്കുന്ന സ്വർഗത്തിന്റെ സൈന്യാധിപയാണ്, അന്ത്യകാല പ്രവാചകിയാണ് നമ്മുടെ അമ്മ മാതാവ്. ഹല്ലേലൂയ. അമ്മ മാതാവിന്റെ ഒരു പൊന്നുമോനായിരുന്നു ഫാദർ സ്റ്റെഫാനോ ഗോപി. ഈ വന്യ വൈദികനെ അമ്മ മാതാവ് വെളിപ്പെടുത്തിയ സത്യം ഇതാണ്: മക്കളെ, നിങ്ങൾ ഒരു നിർണായക യുദ്ധത്തിലാണ്. ഇത് തന്നെയാണ് ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടവ പറഞ്ഞത്. നിങ്ങൾ ഒരു അന്തിമ യുദ്ധത്തിലാണ്, നിർണായകമായൊരു ഘോര യുദ്ധം. എന്താണ് യുദ്ധത്തിന്റെ പ്രത്യേകത? സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീയും വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഗ്നിമയനായ സർപ്പവും തമ്മിലുള്ള അന്തിമ യുദ്ധം. വെളിപാട് 12-17 കണ്ടു. അത് യുദ്ധം ചെയ്യുകയാണ്. സഭയെ തകർക്കാൻ, പൗരോഹിത്യത്തെ ഇല്ലാതാക്കാൻ, പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷകളെ സഭയിൽ നിന്ന് എടുത്തു കളയുവാൻ, സഭയിലുള്ള ദൈവ സാന്നിധ്യത്തിന് മങ്ങലേൽപ്പിക്കുവാൻ, സഭയുടെ പൗരോഹിത്യത്തെ ദുഷിപ്പിക്കുവാൻ,
സഭയുടെ ശുശ്രൂഷകരെ അവഹേളിക്കുവാൻ ഇന്ന് സാത്താൻ തുറന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ യുദ്ധത്തിൽ എന്നെയും നിങ്ങളെയും സഹായിക്കുന്ന സ്വർഗത്തിലെ സൈന്യാധിപയാണ് നമ്മുടെ അമ്മ മാതാവ്. ഹല്ലേലൂയ. ഇതാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് അമ്മ മാതാവിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയ പ്രവചന സന്ദേശം. മക്കളെ, നിങ്ങളൊരു നിർണായക യുദ്ധത്തിലാണ്, അന്തിമ യുദ്ധത്തിലാണ്. വെളിപാടിലെ സ്ത്രീയും സൂര്യനുടയാടയാക്കിയ സ്ത്രീയും അഗ്നിമയനായ സർപ്പവും തമ്മിലുള്ള ഘോര യുദ്ധം. എന്റെ വിമല ഹൃദയത്തിന്റെ വിജയം പൂർത്തീകരിക്കുവാൻ ഞാൻ തന്നെ ഇടപെടുന്ന കൃപയുടെ സമയമാണിത്. ഹല്ലേലൂയ. ഇത് കൃപയുടെ സമയമാണ്. അമ്മ മാതാവ് ഇടപെടുകയാണ്, തന്റെ മക്കളിൽ ഇടപെടുകയാണ്, തന്റെ സഭയിൽ ഇടപെടുകയാണ്, ലോകത്തിൽ ഇടപെടുകയാണ്, ആനുകാലിക സംഭവങ്ങളിൽ ഇടപെടുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ പല ദിക്കുകളിലും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശങ്ങളുടെ ഒരു ആവിഷ്കാരമാണ്, അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ അമ്മയുടെ മക്കളിലേക്ക് എത്തിക്കുമെന്ന പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് അന്ത്യകാല പ്രവാചിക. അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കണം ദൈവമക്കളെ. 300 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ടിലൂടെ ഒരു പ്രവചന സന്ദേശം വെളിപ്പെടുകയാണ്. അവസാന നാളുകളിൽ മറിയം അവർ പൂർണ്ണമായും പ്രശോഭിതയാകും. മറിയം എല്ലാവരാലും അറിയപ്പെടുവാൻ പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്നു. ഇത് സ്വർഗത്തിന് വലിയൊരു പദ്ധതിയാണ്. ഈ സത്യം മനസ്സിലാക്കി അമ്മയുടെ കരം പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുകയാണ്. പെരീന ഗില്ലി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സാധാരണ സ്ത്രീയാണ്. അവളൊരു നേഴ്സായിരുന്നു. അമ്മ ഈ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടു. നമ്മളിന്ന് റോസമിസ്റ്റിക് അമ്മ എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യക്ഷീകരണമാണ്. പെരീന ഗില്ലിയോട് നമ്മുടെ അമ്മ മാതാവ് പറഞ്ഞു, മകളെ, എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി ആഘോഷിക്കുക. എന്നിലൂടെ സഭയ്ക്ക് നൽകപ്പെട്ട സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക. മക്കളെ, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി, അസംഖ്യം ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, നിത്യജീവന്റെ ജീവിതത്തിലേക്ക് ഈ കാലഘട്ടം കടന്നു വരുവാൻ വേണ്ടി. മക്കളെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുക, പരിത്യാഗം ചെയ്യുക, ഉപവസിക്കുക, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുക. അമ്മ പറഞ്ഞു, പ്രേ 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 പ്രേ. മക്കളെ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പൊ അമ്മ അവിടെ വെളിപ്പെടുത്തിയ ഒരു പ്രധാന പ്രബോധന സന്ദേശമായിരുന്നു, എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി ആഘോഷിക്കണം. ഇങ്ങനെ ആഘോഷിക്കുന്ന മക്കൾക്ക് അസാധാരണമായ കൃപാവരങ്ങള് അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുകയാണ്. ഹല്ലേലൂയ. അവിചാരിതമല്ല ഈ ശുശ്രൂഷ. ഇത് മാനുഷികമായി ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യമല്ല. ഞാൻ അതുകൊണ്ട് ആരംഭത്തിൽ പറഞ്ഞത്, ഇത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്, പരിശുദ്ധാത്മാവിന്റെ സ്വപ്നമാണ്. ഈ തലമുറ അനുഗ്രഹം പ്രാപിക്കാൻ, ഈ തലമുറ ദൈവശക്തിയിൽ നിറയാൻ, ഈ കാലഘട്ടം വിശുദ്ധീകരിക്കപ്പെടാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവസാന്നിധ്യം നിറയാൻ, നമ്മുടെ മക്കൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകാൻ, നമ്മുടെ കൂട്ടായ്മകളിൽ ആത്മാവിന്റെ തീ കത്തുവാൻ സ്വർഗം നിശ്ചയിച്ചിരിക്കുന്ന കൃപയുടെ ശുശ്രൂഷയാണ് അന്ത്യകാല പ്രവാചിക. അമ്മ പറയാണ്, ഇത് ഭയഭക്തിയോടെ യോഗ്യതയോടെ ആരെല്ലാം ആചരിക്കുന്നവോ അവർക്കെല്ലാം അസാധാരണമായ കൃപകൾ ഞാൻ നേടിക്കൊടുക്കും. ബഹുമാനപ്പെട്ട എൻ്റെ വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്വർഗം നൽകിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം, നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മ അവിടെ പറഞ്ഞ കാര്യം ഇതാണ്: പ്രാർത്ഥന, പരിഹാരം, ഉപവാസം. നഷ്ടപ്പെടുന്ന ദൈവവിളികൾക്ക് വേണ്ടി, മാരകപാപത്തിൽ ജീവിക്കുന്ന സമർപ്പിത ആത്മാക്കൾക്ക് വേണ്ടി, ഈശോ ഒറ്റിക്കൊടുത്ത യുദാസിനെ പോലെ ഈശോയെ തള്ളിപ്പറയുന്ന
വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് അമ്മ അവിടെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാ മാസം 13-ാം തീയതി ഇനി ഷെക്കേന ന്യൂസിൽ ഈ ശുശ്രൂഷ നമ്മൾ നടത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് കൃപയോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഇന്ന് ആദ്യ ദിനത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗം പ്രത്യേകം നിയോഗിച്ച് തന്നത് അമ്മ മാതാവിൻ്റെ പൊന്നുമോനായ നമ്മുടെ പ്രിയപ്പെട്ട ഷാലോച്ചനെയാണ്. ഷാർലോച്ചൻ നമുക്കേറെ പരിചിതനാണ് പ്രിയപ്പെട്ടവരെ. ഷെക്കേന കുടുംബത്തിൻ്റെ ആത്മീയ പിതാക്കന്മാരിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷാർലോച്ചൻ. എനിക്ക് ഒരുപാട് നാളത്തെ പരിചയങ്ങളില്ലെങ്കിലും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കൂടുതൽ അടുത്തറിയാനായിട്ട് ദൈവം ഇടവരുത്തിയത് ആ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഒരു വലിയൊരു ആത്മീയ ബന്ധം, ഒരു സഹോദര ബന്ധം, ഒരു വലിയ ആത്മീയ കൂട്ടായ്മ അമ്മ മാതാവിലൂടെ ത്രിയേക ദൈവം നൽകുകയായിരുന്നു. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മുൻപിൽ ഏറ്റുപറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, ആനന്ദമുണ്ട്. കൃത്യമായി ഈശോ ആഗ്രഹിക്കുന്ന ആധ്യാത്മികത, ആത്മരക്ഷയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നിത്യസത്യങ്ങൾ ജനത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട വൈദികനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷാർലോച്ചൻ. അച്ഛനെ തന്നെയാണ് ഈ ശുശ്രൂഷയുടെ ആരംഭ ദിനത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് തന്നിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്ക് ഒരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിന് അടിയറവ് വയ്ക്കാം. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ജനലക്ഷങ്ങൾ ഈ ആത്മീയ പ്രതലത്തിൽ വന്ന് അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവശക്തിയുടെ പ്രവാഹം ലോകത്തിലും സഭയിലും വ്യാപരിക്കട്ടെ. പിശാചിന്റെ പിടികൾ പൊട്ടട്ടെ, സാത്താന്റെ അടിസ്ഥാനങ്ങൾ തകരട്ടെ, കുടുംബങ്ങൾ രക്ഷപ്രാപിക്കട്ടെ, അസംഖ്യാത്മാക്കൾ മാനസാന്തര കൃപയിലേക്ക് വരട്ടെ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പവർ, 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 പവർ. ഹല്ലേലൂയ. നമുക്ക് സ്നേഹത്തോടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് അടിയറവ് വെച്ച് കരങ്ങൾ അല്പം എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, സ്നേഹത്തോടെ എഴുന്നേറ്റ് നിന്ന് അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ കരങ്ങൾ ഉയർത്തിയൊരു 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് വരിക, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളിലേക്ക് വരണമേ, സമർപ്പിത സമൂഹങ്ങളിലേക്ക് വരണമേ, ആത്മീയ കൂട്ടായ്മകളിലേക്ക് വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, പഞ്ചഭൂഖണ്ഡങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പവർ, പവർ, പവർ. ആമേൻ, ആമേൻ. കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച് അമ്മ മാതാവിനോട് ചേർന്ന് ആത്മാവിന്റെ ആനന്ദം അനുഭവിച്ച്, കർത്താവേ അസാധാരണമായ കൃപകൾ നൽകണമേ. പ്രാർത്ഥനാ വരം പരിത്യാഗം ചെയ്യാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി പരിത്യാഗം ചെയ്യാൻ, പ്രായശ്ചിത്തം എടുക്കുവാൻ, സകലങ്ങൾ കൃപകളായി സ്വീകരിക്കാൻ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. അമ്മയെ ചേർത്ത് പിടിച്ച് നമ്മൾ ഒരുമിച്ച് പാടുന്നു. ഈശോ, ഈശോ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ചേർന്ന് ചേർന്ന് പാടി. ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി കരങ്ങൾ ഉയർത്തി അടിച്ച്. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. അമ്മ മാതാവേ
സ്വർഗത്തിന്റെ ദീനങ്ങളിൽ നിറയാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മ ഇടപെടണമേ. അമ്മ മധ്യസ്ഥമേകണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയാൽ മാറ്റണമേ. ഒരിക്കൽ കൂടെ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഇരു കരങ്ങളും ഉയർത്തി ചങ്കുപൊട്ടി സ്വരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപൊഴുകട്ടെ കൃപൊഴുകട്ടെ കൃപൊഴുകട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മ മാതാവിന്റെ സാന്നിധ്യം കുടുംബങ്ങളിൽ നിറയട്ടെ. സഭാ സമൂഹങ്ങളിൽ നിറയട്ടെ. രാജ്യങ്ങളിൽ നിറയട്ടെ. ഭൂഖണ്ഡങ്ങളിൽ നിറയട്ടെ. പൈശാചിക കെട്ടുകള്, നാരിക ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് അമ്മ മാതാവിന്റെ സാന്നിധ്യ പ്രഭയാൽ ചിഹ്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ സ്പിരിറ്റ് മൂവ്. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷാർലച്ചനെയും എല്ലാ ശുശ്രൂഷകളെയും നമ്മുടെ കുടുംബങ്ങളെ, സമർപ്പിത സമൂഹങ്ങളെ, തിരുസഭയെ, ലോകരാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെല്ലാം സമർപ്പിച്ച് അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുവാൻ, അനേകം മനസാന്തരങ്ങൾ ഉണ്ടാകുവാൻ, അനേകം ആയിരങ്ങൾ നിത്യരക്ഷയിലേക്ക് കടന്നു വരുവാൻ, പിശാചിന്റെ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുവാൻ വലതുകരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് അമ്മയോടൊപ്പം പാടി പ്രാർത്ഥിക്കുകയാണ്. അന്ത്യകാല പ്രവാചിക, സ്വർഗത്തിന്റെ സൈന്യാധിപ, സ്വർഗത്തിന്റെ ഭയങ്കരിയാണ് നമ്മുടെ അമ്മ. അമ്മയുടെ ഉപലഹൃദയത്തിൽ അഭയം തേടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ എല്ലാവരും ചേർന്ന് പാടാമോ? അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. അമ്മ മാതാവിനോട് ചേർന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മേ 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 എൻ്റെ അമ്മേ അമലേ അമലേ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പരിപൂർണമായി സമർപ്പണം നടത്തി പ്രതിഷ്ഠിക്കുന്നു. അമ്മേ, ഞങ്ങൾക്കായിട്ട് ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ശാന്തമായിട്ട് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ത്യകാല പ്രവാചക എന്ന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അമ്മ മാതാവ് വർഷങ്ങൾക്ക് മുമ്പ് റോസാ മിസ്റ്റിക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരുന്നു, എൻ്റെ മക്കളെ, എല്ലാ മാസത്തിൻ്റെയും 1-ാം ദിവസം മുതൽ 13-ാം തീയതി വരെ അമ്മ മാതാവിനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് 13-ാം തീയതി, എല്ലാ മാസത്തിൻ്റെയും 13-ാം തീയതി മരിയൻ ദിനമായിട്ട് ആഘോഷിക്കണം എന്നുള്ള കാര്യം ഇത് വ്യക്തമായിട്ട് സന്തോഷ ബ്രദർ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി.
ഇത് എപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അമ്മ മാതാവ് സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി. അത് 3 കാര്യത്തിലൂടെയാണ് ചെയ്യണ്ടേ. 1, സാധിക്കുന്ന എല്ലാ മക്കളും അന്ന് പരിശുദ്ധ ബലിയർപ്പിക്കുക. 2, പരിശുദ്ധ കുമ്പസാരം നടത്തുക. 3, പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. ഈ 3 മാർഗത്തിലൂടെ അമ്മ മാതാവിനെ സ്നേഹിച്ച് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാ അമ്മ മാതാവ് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അമ്മ മാതാവ് ഈ പ്രകാരം പരിശുദ്ധമായ ബലിയർപ്പിച്ചിട്ട് പരിശുദ്ധമായ കുമ്പസാരം നടത്തിയിട്ട് പരിഹാരം ചെയ്യുവാന്, പ്രായശ്ചിത്തം ചെയ്യുവാന്, പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാന കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, സ്വർഗം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, ഇതാ ലോകത്ത് പാപം പെരുകിക്കൊണ്ടിരിക്കുക, ലോകത്തില് തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുക, ലോകത്തില് ഇതിന്റെ ഫലമായിട്ട് ദുരിതങ്ങള്, ദുരന്തങ്ങള്, പകർച്ചവ്യാധികള് ഒന്നിനു പുറകെ ഒന്നായിട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രകാരമുള്ള തിന്മയെ ഉന്മൂലനം ചെയ്യാനായിട്ട്, എടുത്തു മാറ്റുവാനായിട്ട്, തകർക്കുവാനായിട്ട് അമ്മ മാതാവ് ഇതാ ലോകത്തില് ദൈവജനത്തോട് പറയുവാണ്, മക്കളെ, മാസത്തില് ഒരു ദിവസം എന്റെ ദിനമായിട്ട് നിന്നുകൊണ്ട് മാറ്റിക്കൊണ്ട് എന്നോട് ചേർന്ന് പരിഹാരം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മളോട് അമ്മ ആവശ്യപ്പെടുന്ന കാര്യം ഇതാ. നിങ്ങള് ഒത്തിരിയേറെ കാര്യങ്ങളല്ല ചെയ്യണ്ടേ. ഇന്നത്തെ ദിവസം എന്റെ കൂടെ ഇരിക്കാനായിട്ട്, എന്റെ മടിയിൽ ഇരിക്കാനായിട്ട്, എന്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? അമ്മ വീണ്ടും ചോദിക്കുക, കുഞ്ഞേ, എന്നോടൊപ്പം ചേർന്നുകൊണ്ട് ഒന്ന് പരിഹാരം ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? എന്നോടൊപ്പം ചെയ്തു നിന്നുകൊണ്ട് ഒരു പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കുമോ? എന്റെ വിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് നിനക്ക് ജപമാല ചൊല്ലുവാൻ ഇന്നത്തെ ദിവസം സാധിക്കുമോ? കുഞ്ഞേ, എന്റെ കണ്ണീര് കണ്ടിട്ട്, സ്വർഗത്തിന്റെ കണ്ണീര് കണ്ടിട്ട് ആ കണ്ണീരൊപ്പാൻ നിന്നെയാ ഞാൻ വിളിച്ചേക്കണേ, നിന്നെയാ ഞാൻ വിളിച്ചേക്കണേ. നീ എന്നോടൊപ്പം ചേർന്ന് സ്വർഗത്തിന്റെ കണ്ണീരൊപ്പാന് തയ്യാറാണെങ്കിൽ കുഞ്ഞേ, നമുക്ക് ഈ ലോകത്തെ വിശുദ്ധീകരിക്കാം, രക്ഷിക്കാമെന്ന് അമ്മ പറഞ്ഞിരിക്കുക. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അച്ഛൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ സന്ദേശം, പരിശുദ്ധ അമ്മ മാതാവിന് സ്വർഗത്തിലുള്ള സ്ഥാനമെന്ത്, സഭയിലുള്ള സ്ഥാനമെന്ത്, വചനത്തിലുള്ള സ്ഥാനമെന്ത്, ഈ കാലഘട്ടത്തിന്റെ സ്ഥാനമെന്ത്, യുഗാന്ത്യത്തിലുള്ള സ്ഥാനമെന്ത്, ഇതിനെ ഓരോ ദൈവമക്കളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രിയപ്പെട്ട മക്കളെ, തിരുവചനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിനെ വ്യക്തമായിട്ട്, സ്പഷ്ടമായിട്ട് നമുക്കവിടെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ചില വചനഭാഗങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചില പ്രതീകങ്ങളിലൂടെയാ അമ്മ മാതാവിനെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ചില വചനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അമ്മ മാതാവിനെ പ്രകീർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വേറെ ചില വചനഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വാഗ്ദാനത്തിന്റെ സ്ത്രീയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിലനിൽക്കുക. വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹത്വത്തിന്റെ സ്ത്രീയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിലനിൽക്കുക. പ്രിയപ്പെട്ടവരെ, നസ്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വചനത്തിന്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മ മാറി നിൽക്കുക. കാനായിലേക്ക് ചെല്ലുമ്പോൾ മാധ്യസ്ഥയായിട്ട് പരിശുദ്ധ അമ്മ നിലനിൽക്കുക. കാൽവരിയിലേക്ക് ചെല്ലുമ്പോൾ നിത്യപുരോഹിതന്റെ അമ്മയായിട്ടും ഒപ്പം പിതാവായ ദൈവത്തിന്റെ സഹനദാസിയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിലനിൽക്കുക. വീണ്ടും പെന്തക്കോസ്തയിലേക്ക് ചെല്ലുമ്പോൾ
അപ്പസ്തോലിക സംഘത്തിന്റെ നേതാവായിട്ടും സഭയുടെ മാതാവായിട്ടും പരിശുദ്ധ അമ്മ മാതാവ് നിലനിൽക്കിയ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക. പരിശുദ്ധ ബൈബിൾ മുഴുവനും വായിച്ചു നോക്കുമ്പോൾ, പരിശുദ്ധ ബൈബിൾ മുഴുവനും അരച്ചത് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ, യേശു ക്രിസ്തു ത്രിയേക ദൈവം കഴിഞ്ഞാൽ വചനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വില കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനാ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗം പരിശോധിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ത്രിയേക ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർഗം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും അമ്മ മാതാവിനാ. നമ്മൾ പരിശോധിച്ചു നോക്കിയ ഈ കാലഘട്ടത്തിൽ അമ്മ മാതാവിന്റെ സ്ഥാനം എന്താ? പ്രിയപ്പെട്ടവരെ, പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. ത്രിലോക രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുക. സർവ്വജനപദങ്ങളുടെയും നാഥയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുക എന്ന് വെച്ചാൽ, തൃത്വം കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ മാതാവ് വഴിയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യുഗാന്ത്യത്തിലേക്ക് വരുമ്പോൾ തീർത്ഥാടക സഭയുടെ സൈനാധിപയായിട്ട് പരിശുദ്ധ അമ്മ നിൽക്കുക. സ്വർഗത്തിന്റെ സന്ദേശവാഹിയായിട്ട് പരിശുദ്ധ അമ്മ നിലനിൽക്കുക. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, സ്വർഗത്തില് പരിശുദ്ധ വചനത്തില് ഈ കാലഘട്ടത്തില് യുഗാന്ത്യത്തില് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ, അമ്മയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ത്രിയേക ദൈവം കഴിഞ്ഞാൽ അമ്മ മാതാവിനാന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഭയിലേക്ക് വന്നേ. സഭയില് പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ച് 4 വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. 1, പരിശുദ്ധ അമ്മ മാതാവ് ദൈവമാതാവാണ്. 2, പരിശുദ്ധ അമ്മ മാതാവ് അമലോത്ഭവിയാണ്. 3, പരിശുദ്ധ അമ്മ മാതാവ് നിത്യകന്യകയാണ്. 4, പരിശുദ്ധ അമ്മ മാതാവ് പ്രിയപ്പെട്ടവരെ സ്വർഗാരോപതിയാണ്. ഇപ്രകാരം 4 വിശ്വാസ സത്യങ്ങള് മറ്റാരെ കുറിച്ചും സഭ പ്രഖ്യാപിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ത്രിത്വം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഭ പ്രാധാന്യം കൊടുക്കുന്നത് അമ്മ മാതാവിനാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും മുന്നോട്ട് നോക്ക്. നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണാൻ പറ്റും. ആദ്യവും അന്ത്യവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന വ്യക്തി അമ്മ മാതാവാ. എന്ന് വെച്ചാല് യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയുടെ ആരംഭത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തി അമ്മ മാതാവ്. ഈ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന വ്യക്തിയും അമ്മ മാതാവ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സഭയെടുത്ത് നോക്കിക്കേ. സഭയുടെ ജനനത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തി അമ്മ മാതാവാ. ഈ സഭയുടെ മഹത്വീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ പങ്കുവഹിക്കാൻ പോകുന്ന വ്യക്തിയും അത് പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാ. ഈശോയുടെ മനുഷ്യാവതാരത്തിന് എന്ന് വെച്ചാൽ ആദ്യപരവന് ഏറ്റവും കൂടുതൽ മാധ്യസ്ഥയായി തീർന്നത് അമ്മ മാതാവാ. ഈ ഈശോയുടെ 2ാം വരവിന് ഏറ്റവും കൂടുതൽ മാധ്യസ്ഥയായും മുന്നോടിയായിട്ടും തീരുന്നത് ഈ അമ്മ മാതാവ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, രക്ഷ സ്വീകരിക്കണമെങ്കിൽ, സഭയുടെ മഹത്വീകരണത്തിൽ പങ്കുചേരണമെങ്കിൽ, ഈശോയുടെ 2ാം വരവിന് ഒരു ദൈവ പൈതൽ ഒരുങ്ങണമെങ്കിൽ, ആ ദൈവ പൈതൽ ആദ്യം ചേർന്ന് നിൽക്കേണ്ടത്, ആദ്യം മുറുകെ പിടിക്കേണ്ടത് പരിശുദ്ധ അമ്മ മാതാവിനെ തന്നെയാ. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, അമ്മയുടെ ഈ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അനേക മക്കള് രക്ഷ ആഗ്രഹിക്കുന്നുണ്ട്. അനേകം മക്കള് സഭയെ സ്നേഹിക്കാൻ നോക്കുന്നുണ്ട്. അനേകം മക്കള് ഈശോയുടെ 2ാം വരവിനായിട്ട് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. മക്കളെ, പക്ഷേ പിടിക്കേണ്ട വ്യക്തിയെ പിടിച്ചിട്ടില്ല. ആരെയാ മക്കളെ പിടിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, രക്ഷ ആഗ്രഹിക്കുന്ന മക്കള്, സഭയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന മക്കള്, ഈശോയുടെ 2ാം വരവിന് ഒരുങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ, കുഞ്ഞേ, നീ ചേർന്ന് നിൽക്കേണ്ടത്, നീ മുറുകെ പിടിക്കേണ്ടത് പരിശുദ്ധ അമ്മ മാതാവിനെയാന്നേ. കാരണം
തിരിച്ചറിയണം മക്കളെ, ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ സന്ദേശം, സ്വർഗത്തിന്റെ സന്ദേശം മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മ മാതാവ് വഴിയാ. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ കുറച്ച് ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് കുറച്ച് മുമ്പ് ബഹുമാനപ്പെട്ട സന്തോഷപ്രദമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയായിരുന്നു ചെയ്തേ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ നാളില് സഭ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അമ്മ മാതാവിന്റെ ഇവിടെ ഒരു ശുശ്രൂഷ നടത്തിയ ഷെക്കേന ചാനലില് 55 ദിവസം നീണ്ടു നിൽക്കുന്ന പരിഹാരത്തിന്റെ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള സ്വർഗത്തിന്റെ വേദന, അമ്മയുടെ വേദന ലോകത്തോട് വിളിച്ചു പറഞ്ഞ 55 ദിവസത്തിന്റെ ഒരു വലിയ ശുശ്രൂഷ. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഈ മാസം 1-ാം തീയതി തുടങ്ങി 8-ാം തീയതി വരെ അമ്മ മാതാവിനോട് ചേർന്നുകൊണ്ട് സഭയെ സംരക്ഷിക്കുന്ന, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവജനത്തെ ഒരുക്കിയ ഒരു ശുശ്രൂഷ നടന്നു. ഇതിന്റെ ഫലം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ കണ്ടു കാണുമായിരിക്കാം. ആ അമ്മ മാതാവിന്റെ തിരുനാൾ ദിവസം അമ്മ മാതാവിന്റെ ദേവാലയത്തിൽ വെച്ച് അമ്മ മാതാവിന്റെ പ്രേരണയാൽ, ഞാൻ പറയുവാണ്, അമ്മയുടെ പ്രേരണയാല് ഒരു പിതാവിന്റെ ആദരത്തിൽ നിന്നും ഈ ലോകത്തില് നിറഞ്ഞു നിൽക്കുന്ന തിന്മ അമ്മ പറഞ്ഞ് വെളിപ്പെടുത്തിയതാണേ. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ തിരിച്ചറിയണം മക്കളെ, പലരും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, പല സമയത്തും ഇതിനു മുമ്പ് പറയാൻ ആഗ്രഹിച്ച കാര്യമാ. പക്ഷേ അമ്മ ആ സമയത്തൊന്നും ആരും കൊണ്ടും പറയിപ്പിച്ചില്ല. അമ്മ ഇപ്രകാരമാ ചിന്തിച്ച്, ഇതിനൊരു സമയമുണ്ട് മക്കളെ. ലോകം, ദൈവജനം, ക്രൈസ്തവ മക്കള് അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ 55 ദിവസം ഈ ശുശ്രൂഷയിലൂടെ ദൈവജനം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ അമ്മയുടെ ദേവാലയത്തിൽ വെച്ച് അമ്മ മാതാവിന്റെ തിരുനാൾ ദിവസം, അതും പരിശുദ്ധമായ ബലിപീഠത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു പിതാവിന്റെ ആദരത്തിലൂടെ ഈ വലിയ സന്ദേശം അമ്മ മാതാവ് ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുക ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മക്കളെ തിരിച്ചറിയണം, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സ്വർഗത്തിന്റെ വേദന, സ്വർഗത്തിന്റെ സന്ദേശം ഇന്ന് ലോകത്തിന് പകർന്നു കൊടുക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവ് വഴിയാ. അനേകം മക്കൾ ഈശോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, വേണം. പിതാവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, വേണം. ആത്മാവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, വേണം. മക്കളെ, അമ്മയെ മാറ്റി നിർത്തിയിട്ടല്ല, അമ്മയെ വിട്ടുകളഞ്ഞിട്ടല്ല, അമ്മയെ ഉപേക്ഷിച്ചിട്ടല്ല വചനത്തെ പിടിക്കണ്ടേ. അമ്മയോട് ചേർന്ന് വചനത്തെ പിടിക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് പിതാവിനെ പിടിക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് തൃത്വത്തെ പിടിക്കുമ്പോഴാണ് ഒരു ക്രൈസ്തവന് യഥാർത്ഥ സ്വർഗീയ സന്ദേശം മനസ്സിലാക്കാനായിട്ട് സാധ്യമാകൂ. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ അമ്മ മാതാവിനെ കുറിച്ച് പറയുന്ന പുണ്യത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചേർന്ന് നിൽക്കേണ്ടത് അമ്മയോടാ. കുദാശയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കേണ്ടത് അമ്മയോടാ. പുണ്യത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവര് ചേർന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ അമ്മയോടാ. തൃത്വത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവര് ചേർന്ന് നിൽക്കേണ്ടത് അമ്മയോടാ. സഭയോട് ചേരാൻ ആഗ്രഹിക്കുന്നവര് ചേർന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ അമ്മയോടാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പഠിച്ചിട്ടില്ലേ ആദ്യത്തെ സക്രാരി അമ്മയാണെന്ന്, ആദ്യത്തെ കുർബാനയ്ക്ക് ആമേൻ പറഞ്ഞവൾ അമ്മയാണെന്ന്, ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തിയത് അമ്മയാണെന്ന്. മക്കളെ, ഈ അമ്മ മാതാവിന്റെ മടിയിലിരുന്ന് ഈശോയുടെ മുഖം ധ്യാനിക്കാനാ ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പൊന്നു മക്കളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചിലവർ നടുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ഛനൊരു മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുക മക്കളെ, ഇനി ഇതിനേക്കാളും കൂടുതൽ, ഇപ്പൊ കാണുന്നതിനേക്കാളും കൂടുതൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു കാര്യം വരുമ്പോൾ ദൈവജനം തളരാതിരിക്കണമെങ്കിൽ,
ദൈവമക്കൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവമക്കൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ ഈ നിമിഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് എല്ലാ വൈദിക സുഹൃത്തുക്കളോടും എല്ലാ സമർപ്പിത മക്കളോടും അച്ഛന് പറയാനുള്ള ഒരു കൊച്ചു കാര്യം ഇതാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന ദേവാലയത്തില്, നിങ്ങളുടെ ഇടവക പള്ളിയില്, എല്ലാ സന്യാസാശ്രമങ്ങളുടെ പള്ളികളിലെ ചാപ്പലുകളില്, എല്ലാ കോൺവെന്റിലെ ചാപ്പലുകളില് ചെയ്യേണ്ട ഒരു കാര്യം, രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഈശോയെ ഒന്ന് എഴുന്നള്ളിച്ച് വെക്കാമോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ വൈദിക സുഹൃത്തുക്കളോട് പറയുക, നിങ്ങളുടെ ഇടവകയിലെ കുടുംബങ്ങളോട് ആഴ്ചയിൽ ഒരു മണിക്കൂർ ദേവാലയത്തിൽ വന്നിട്ട് അമ്മ മാതാവിൻ്റെ മടിയിലിരുന്ന് 1 മണിക്കൂർ നേരം സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി തിന്മ പെരുകുമ്പോൾ അത് നിർവീര്യമായി തീരാൻ വേണ്ടി ജപമാല ചൊല്ലാനൊന്ന് പറയാമോ? പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏതൊക്കെ തിന്മകള്, ഏതൊക്കെ പൈശാചിക കീടങ്ങള്, ഏതൊക്കെ പിശാചൊരുക്കുന്ന കെണികളുണ്ടോ അവയെ മുഴുവനും തൃണവൽക്കരിക്കാനായിട്ട്, അതികടക്കാനായിട്ട് ദൈവം ഈ കാലഘട്ടത്തിൽ നമുക്ക് പുരോഹിതർക്കും ജനത്തിനും സമർപ്പിതർക്കും നൽകുന്ന ഏറ്റവും വലിയ 2 ആയുധമാണ് ദിവ്യകാരുണ്യം, 2 ജപമാല. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിനെ കെട്ടിപ്പിടിക്കണം മക്കളെ, ഇതിനെ ചേർത്ത് പിടിക്കണം മക്കളെ. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിനക്ക് 2 കാര്യം കിട്ടും. ഒന്ന്, ഈ ലോകത്തിൽ സാത്താൻ വെക്കുന്ന കെണികൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ടും അമ്മ മാതാവ് നിനക്ക് കാണിച്ചു തരും. 2, ഇതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ള വലിയ ബോധ്യവും വലിയ കൃപയും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് നിന്റെ ജീവിതത്തിൽ തന്നിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊന്ന് നിങ്ങളോട് ചോദിച്ചോട്ടെ, പരിശുദ്ധ അമ്മ മാതാവ്, കേൾക്കണേ, പരിശുദ്ധ അമ്മ മാതാവ് ഈശോയെ സ്നേഹിച്ച പോലെ ഈ ലോകത്തിൽ ആരെങ്കിലും ഈശോയെ സ്നേഹിച്ചിട്ടുണ്ടോ മക്കളെ? പരിശുദ്ധ അമ്മ മാതാവ് ഈശോയെ സ്നേഹിച്ചതിന്റെ പ്രത്യേകത എന്താ? അമ്മ മാതാവ് ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിച്ചു. തിരിച്ചറിയണം, അമ്മ മാതാവ് ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയുടെ വിളി എന്ന് പറയുന്നത് ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിക്കാനാ. ഇന്ന് അനേകം മക്കൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. എപ്രകാരമാ? നാവ് കൊണ്ട്, വാക്കുകൊണ്ട് ഈശോയെ സ്നേഹിക്കുക. ജീവിതത്തിൽ ഒരു വിജയം കിട്ടാനായിട്ട്, കടബാധ്യത മാറിക്കിട്ടാനായിട്ട്, രോഗപീഠകൾ വിട്ടുമാറാനായിട്ട്, സാമ്പത്തിക തകർച്ചകൾ മാറാനായിട്ട്, ചില ബന്ധനാവസ്ഥകൾ മാറാനായിട്ട് അനേകം മക്കള് വാക്കുകൊണ്ട് ഇന്ന് ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എത്ര മക്കൾ ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിക്കുന്നുണ്ട്? മക്കളെ, ഈശോയെ അറിഞ്ഞ്, ഈശോയെ അനുഭവിച്ച്, ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണമെങ്കിൽ നീ ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, അമ്മ മാതാവിൻ്റെ കണ്ണിലൂടെ ഈശോയെ കാണാനായിട്ട് പറ്റണം. 2, അമ്മ മാതാവിൻ്റെ ഹൃദയഭാവത്തോടെ ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണം. തിരിച്ചറിയണം, ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിക്കണമെങ്കിൽ 2 കാര്യം. ഒന്ന്, അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കാണണം. 2, അമ്മയുടെ ഹൃദയഭാവത്തോടെ ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണം. മക്കളെ, തിരിച്ചറിഞ്ഞ് അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കാണുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉദരത്തിൽ ഈ ഉണ്ണീശോ ജനിച്ച സമയം തൊട്ട് ആ ഉണ്ണീശോ അനുഭവിച്ചിട്ടുള്ള വേദന, ആ കാണുന്ന വിഷമങ്ങൾ മുഴുവനും നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനിച്ചു കഴിഞ്ഞിട്ട് ഈജിപ്തിലേക്ക് പോകേണ്ട സമയം വന്നപ്പോൾ ആ യാത്രയിൽ ആ ഉണ്ണിയേശുവിനുണ്ടായ വേദന തിരിച്ചറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, 30 വർഷക്കാലം അമ്മയ്ക്ക് വിധേയപ്പെട്ട് ആ ഉണ്ണീശോ ജീവിച്ച കാര്യം നീ അമ്മയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും.
അവസാനം 3 വർഷക്കാലം യേശു ക്രിസ്തു അമ്മയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ ജീവിതം നടത്തിയപ്പോഴും ഒപ്പം അവസാന സമയത്തിലെ കുരിശ് യാഗത്തിന്റെ വേദനകൾ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കാണണം. ഇന്നും സ്വർഗത്തിലിരുന്നു കൊണ്ട് തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് വേദനിക്കുന്ന ആ ഈശോയെ കാണാൻ പറ്റണമെങ്കിൽ മക്കളെ പരിശുദ്ധ അമ്മയുടെ കണ്ണിലൂടെ കാണണം. പരിശുദ്ധ അമ്മയുടെ കണ്ണിലൂടെ ഒരു ദൈവ പൈതൽ ഈശോയെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിലയ്ക്കും. ഈശോ പരിശുദ്ധ അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കാണാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹം ഈ ഭൗതിക നേട്ടമല്ല, മറിച്ച് ഈശോയുടെ കണ്ണീരൊപ്പന. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, ഈ പരിശുദ്ധ അമ്മയുടെ ഹൃദയഭാവത്തോടെ ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണം. പരിശുദ്ധ അമ്മയുടെ ഹൃദയഭാവത്തോടെ ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണമെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അമ്മയുടെ ഹൃദയഭാവത്തോടെ ഈശോയെ ഒന്ന് നോക്കിക്കേ. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ആ അമ്മ ഈശോയെ സ്നേഹിച്ചത്, ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മ ഈശോയെ സ്നേഹിച്ചത്, ആ 30 വർഷക്കാലം അമ്മ ഈശോയെ സ്നേഹിച്ചത്, 3 വർഷക്കാലം പരസ്യ ജീവിതത്തിൽ ആ അമ്മ ഈശോയെ സ്നേഹിച്ചത്, അവസാനം തന്നെ മകനെ പടയാളികൾ കുത്തി വേദനിപ്പിച്ചപ്പോൾ, വാക്കുകൊണ്ട് വേദനിപ്പിച്ചപ്പോൾ, ഹൃദയം കുത്തി കീറിയപ്പോൾ, അവസാനം ആ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ അനുഭവിച്ച സങ്കടങ്ങളോടെ സ്നേഹം ആ കാണുന്ന കാഴ്ച കാണണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയെ കാണണം, സ്നേഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യഥാർത്ഥ ശുദ്ധമായ, കേട്ടെ, ശുദ്ധമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണിലൂടെ ഈശോയെ കാണാൻ, അമ്മയുടെ ഹൃദയഭാവത്തിലൂടെ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ശുദ്ധ ക്രിസ്ത്യാനി, ശുദ്ധ ക്രിസ്തീയ ആത്മീയത നമ്മളിൽ ഉടലെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നേരെ തിരിച്ചും ചിന്തിക്കണം. ഈശോയുടെ കണ്ണിലൂടെ അമ്മ മാതാവിനെ കാണാനായിട്ട് പഠിക്കണം. ഈശോയുടെ ഹൃദയഭാവത്തോടെ അമ്മയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് നീ ശുദ്ധ മരിയാഭക്തി ഉള്ള വ്യക്തിയായിട്ട് തീരുക. കേട്ടെ, ഈശോയുടെ ഹൃദയത്തിലൂടെ അമ്മയെ സ്നേഹിക്കാൻ, ഈശോയുടെ കണ്ണിലൂടെ അമ്മയെ കാണാനായിട്ട് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ശുദ്ധിയുള്ള മരിയാഭക്തിയുള്ള വ്യക്തിയായി തീരുക. മക്കളെ, ഈശോയുടെ കണ്ണിലൂടെ അമ്മയെ കാണുമ്പോൾ ഒരു കാഴ്ച കാണാൻ പറ്റും. അമ്മ മാതാവ് ജനിച്ച സമയം തൊട്ട് പുണ്യത്തിൽ വളർന്നത്, സുഹൃതങ്ങളിൽ വളർന്നത്, വചനം ജീവിച്ചത്, തൻ്റെ തിരുക്കുമാരൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നത്, അതിനുവേണ്ടി ഒരുങ്ങിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഈശോയുടെ കണ്ണിലൂടെ മറിയത്തെ നോക്കുമ്പോൾ ആ അമ്മ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ, അമ്മയുടെ ഉദരത്തിൽ ഈ കുഞ്ഞുവാവയായിട്ട് ഈശോ കിടക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ച വേദന, പലായനം ചെയ്തപ്പോൾ ഉണ്ടായ വേദന, 30 വർഷക്കാലം അമ്മ അനുഭവിച്ച വേദന, കുരിശുമരണത്തിൽ അമ്മ അനുഭവിച്ച വേദന. മക്കളെ, ഈ അമ്മയുടെ വേദന ഈ കാലഘട്ടത്തിലും അമ്മ അനുഭവിക്കുന്ന വേദന തിരിച്ചറിയണമെങ്കിൽ മക്കളെ, അമ്മ ഈശോയുടെ കണ്ണിലൂടെ അമ്മയെ കാണാനും ഈശോയുടെ ഹൃദയഭാവത്തോടെ അമ്മയെ സ്നേഹിക്കാനും തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അമ്മയെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിക്കാൻ സാധ്യമാകൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജസീന്ത പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ജസീന്ത പറയുന്ന കാര്യപ്രകാരമാണ്, ഒരു വ്യക്തി അമ്മ മാതാവിനെ എന്തുമാത്രം സ്നേഹിച്ചോ അതൊരിക്കലും കൂടിപ്പോകില്ല. കേട്ടെ, ഒരു വ്യക്തി അമ്മ മാതാവിനെ എന്തുമാത്രം വേണമെങ്കിലും സ്നേഹിച്ചോ അതൊരിക്കലും കൂടിപ്പോകില്ല. കാരണം ഈശോ അമ്മയെ സ്നേഹിച്ച പോലെ ഈ ലോകത്തിൽ ആർക്കും അമ്മയെ ഇതുപോലെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം
പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം, മക്കളെ, ഈശോയെ സമീപിക്കേണ്ടത്, കേൾക്കണേ, ഈശോയെ സമീപിക്കേണ്ടത് ദൈവശാസ്ത്രപരമായിട്ടല്ല, മറിച്ച് ഹൃദയശാസ്ത്രപരമായിട്ടും സ്നേഹശാസ്ത്രപരമായിട്ടാ. തിരിച്ചറിയണം മക്കളെ, ഈശോയെ സമീപിക്കേണ്ടത് ദൈവശാസ്ത്രപരമായിട്ടല്ല, മറിച്ച് ഹൃദയശാസ്ത്രപരമായിട്ട് സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ ഈശോയെ സമീപിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, അമ്മയെ സമീപിക്കേണ്ടത് നമ്മൾ മര്യാദാശാസ്ത്രപരമായിട്ടല്ല, മറിച്ച് സ്നേഹശാസ്ത്രപരമായിട്ടും ഹൃദയശാസ്ത്രപരമായിട്ടും അമ്മയെ നമ്മൾ സമീപിക്കുമ്പോഴാണ് അമ്മയുമായിട്ട് ഒരു സ്നേഹബന്ധം നമുക്കുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ തിരിച്ചറിയണം മക്കളെ, കുറച്ച് പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങൾ പാടുന്നതല്ല മരിയാഭക്തി, കുറച്ച് നൊവേനയിൽ പങ്കുചേരുന്നതല്ല മരിയാഭക്തി, കുറെ പ്രാർത്ഥനകൾ ഉരുവിടുന്നതല്ല മരിയാഭക്തി, മറിച്ച് എൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് സ്വീകരിച്ച് സ്നേഹിച്ച് ആ അമ്മയുടെ കുഞ്ഞായിട്ട് ജീവിച്ചുകൊണ്ട് അമ്മയെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ ആ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ മരിയാഭക്തി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഹെൻറി ന്യൂമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്തിൽ യേശുക്രിസ്തു അറിയപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും കോണില് യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവജനം അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം അമ്മ മാതാവിനെ അറിയേണ്ട പോലെ, അമ്മ മാതാവിനെ അറിയേണ്ട പോലെ ദൈവജനം അറിയാത്തത് കൊണ്ടാണ് യേശുക്രിസ്തു ഇന്ന് ലോകത്തെല്ലായിടത്തും അറിയപ്പെടാത്തതിന് കാരണമെന്ന്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. യുഗാന്ത്യവേളയില്, യുഗാന്ത്യ നാളില് പരിശുദ്ധ അമ്മ അറിയപ്പെടാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് യേശുവിന്റെ മഹത്വം ഈ ലോകത്ത് മുഴുവനും പ്രത്യക്ഷമാകാൻ തുടങ്ങുമെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായി കണ്ട്, സ്വന്തം അമ്മയായി കണ്ട് സ്നേഹിച്ച് ആ സ്നേഹവലയത്തിൽ ഒന്നായി തീർന്നപ്പോൾ ചില വിശുദ്ധർ ലോകത്തോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിയണം. അമ്മയെ വെറും വ്യക്തിയായിട്ട് കാണുകയല്ല, സ്വന്തം അമ്മയായി കണ്ടിട്ട് അമ്മയോട് വാക്കുകൊണ്ടുള്ള സ്നേഹബന്ധമല്ല, മറിച്ച് ഹൃദയം കൊണ്ടുള്ള ഒരു സ്നേഹബന്ധം വന്നപ്പോൾ ലോകത്തോട് ചില വിശുദ്ധർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി എന്ന് പറയുന്ന വിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധൻ അമ്മ മാതാവുമായിട്ട് ഒന്നായി തീർന്നപ്പോൾ വിളിച്ചു പറയാണ്, അനുഗ്രഹീതിയായ അമ്മ ഈശോയുടെ അമ്മയായതിനാൽ എൻ്റെയും അമ്മയാണ് ഞാൻ, എത്രയോ ഭാഗ്യവാൻ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓ അമലോത്ഭവം അറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതും മാത്രമാണ്. ഈ സ്നേഹബന്ധത്തില് ഒന്നായി തീർന്നപ്പോൾ മാക്സ്മില്ലൻ കോൾബേ എന്ന് പറയുന്ന വിശുദ്ധൻ പറയുവാണ്, പരിശുദ്ധ മറിയത്തിന് സ്വന്തമായിട്ടുള്ളവർ ഒരിക്കലും നഷ്ടമാകില്ല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ജോൺ മരിയ വിയാനി പ്രകാരം പറയുന്നു, അനുഗ്രഹീതിയായ കന്യകയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നവര് ഭാഗ്യവാന്മാർ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ യൂഡസ് എന്ന് പറയുന്ന വിശുദ്ധന് പ്രകാരം പറയുവാണ്, പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന ഒരുവനും നശിച്ചു പോകുവാന് ഇടയാകില്ല. അതുകൊണ്ടാണ് സീനായിലെ വിശുദ്ധ കാതറിൻ പറയുന്നു, പരിശുദ്ധ കന്യകയ്ക്ക് ഭക്തിപൂർവം സ്വയം സമർപ്പിക്കുന്ന ഒരുവൻ പോലും നരകത്തില് നിപതിക്കില്ല. അതുകൊണ്ടാ വിശുദ്ധ ജത്രൂദ് പുണ്യവതി പ്രകാരം പറയുന്നു, അനുഗ്രഹീതിയായ കന്യകയുടെ ഭക്തരെ നരകത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് മാലാഖമാര് നിരന്തരം കാത്ത് സംരക്ഷിക്കുന്നുവെന്ന്. അതുകൊണ്ടാ വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറയുന്നു, കുഞ്ഞേ, നിങ്ങൾ ദുഃഖ സമുദ്രത്തിലാണെങ്കിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുക, ഈശോയുടെ അമ്മയായ മറിയമേ,
അങ്ങിപ്പോൾ എനിക്ക് അമ്മയായിരിക്കണമേ. മക്കളെ, ഈ വിശുദ്ധരൊക്കെ ഇപ്രകാരം പറയാൻ കാരണം അമ്മയുമായിട്ട് സ്നേഹബന്ധത്തിൽ വാക്കുകൊണ്ടല്ലാട്ടോ ഹൃദയം കൊണ്ട് സ്നേഹബന്ധത്തിൽ ഒന്നായി തീർന്നപ്പോൾ ഈ വിശുദ്ധര് പറഞ്ഞൊരു കാര്യമാണ്, മറിയമേ ഞങ്ങൾ പൂർണ്ണമായിട്ടും അമ്മയുടേത് മാത്രമാ. മറിയമേ, ഈ ലോകത്തിനോ ഒരു തിന്മയ്ക്കോ ഒരു ദുഃഖത്തിനോ ഒരു പിശാചിനോ ഞങ്ങളെ തകർക്കാൻ പറ്റില്ല. കാരണം പിശാചിനെ തകർത്ത അമ്മയാണ് ഞങ്ങളുടെ അമ്മ. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അന്ത്യകാല പ്രവാചക എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളെ, നമ്മൾ ആദ്യം സ്വന്തമാക്കേണ്ട കാര്യത, അമ്മയെ, പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് കാണണം. എന്നിട്ട് വാക്കുകൊണ്ടല്ല മക്കളെ, ഹൃദയം കൊണ്ട് ഈ അമ്മയൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഹൃദയം കൊണ്ട് ഈ അമ്മയെ എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം സ്നേഹിക്കണം. അതിന് ഈശോയുടെ കണ്ണിലൂടെ അമ്മയെ കാണണം. ഈശോയുടെ ഹൃദയഭാവത്തോടെ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ, നമുക്ക് ഈ മാതൃഭക്തി എന്ന് പറയുന്നത് ഒരനുഭവമായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഒരു മേഖല കൂടി ഒന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ഭൂമിയിൽ ശാരീരികമായ ജന്മം നൽകിയിട്ടുള്ള ഒരമ്മയുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ശാരീരിക ജന്മം നൽകിയ ഒരമ്മയുണ്ട്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, ശാരീരിക ജന്മം നൽകിയ അമ്മയെ പോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരു മാതാവുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാതാവായി തീരാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത്, കേൾക്കണേ, ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ മാതാവ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. തിരിച്ചറിഞ്ഞ മക്കളെ, ശാരീരിക ജന്മം നൽകിയ ഒരമ്മ നമുക്കുണ്ട്. 2, ആത്മീയ ജീവിതത്തിലും നമുക്ക് ദൈവം ഒരു മാതാവിനെ തന്നിട്ടുണ്ട്. ആ മാതാവാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ, കേൾക്കണേ, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ ഒരമ്മയും ഒരപ്പനും ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു പിതാവും ഒരു മാതാവും ആവശ്യമുണ്ട്. അത് പ്രകൃതി നിയമമാ. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും, കേൾക്കണേ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മളെ വളർത്താനായിട്ട് ഒരു പിതാവ് വേണം, ഒരു മാതാവ് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുവാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ വളർത്താനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പിതാവാണ് ദൈവമായ കർത്താവ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ വളർത്താനായിട്ട് ദൈവം തന്നിരിക്കുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. അതുകൊണ്ട് അൽഫോൻസ് ലിഗോരി ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കേട്ടേ, മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവുമല്ല. കേൾക്കണേ മക്കളെ, മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവുമല്ല. ഇന്ന് അനേകം മക്കളുണ്ട്, ഈശോയെ ഇഷ്ടമാ, പിതാവിനെ ഇഷ്ടമാ, പരിശുദ്ധാത്മാവിനെ ഇഷ്ടമാ, പക്ഷേ അമ്മയെ ഇഷ്ടല്ല. നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടണമെങ്കിൽ, ഒരു ക്രമമായിട്ടുള്ള ജീവിതം കിട്ടണമെങ്കിൽ, ഒരു വളർച്ച കിട്ടണമെങ്കിൽ വീട്ടില് അപ്പനും വേണം, അമ്മയും വേണം. അപ്പം മാത്രമുണ്ടെങ്കിൽ എന്തോ ഒരു കുറവുണ്ട് മക്കളെ. അമ്മ മാത്രം ഉള്ളെങ്കിലും എന്തോ ഒരു കുറവുണ്ട് മക്കളെ. അപ്പനും അമ്മയും ഒരു കുഞ്ഞിന് താങ്ങായിട്ട് തണലായിട്ട് കൂടെ ഉണ്ടാകുമ്പോഴാ ആ കുഞ്ഞിന്റെ വളർച്ച യഥാർത്ഥ രീതിയിൽ, പൂർണ്ണതയുടെ രീതിയിലാകുള്ളൂ. ഇതുപോലെ തിരിച്ചറിഞ്ഞേ, എനിക്ക് ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ അപ്പം മാത്രം പോരാന്നേ. നമുക്ക് ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ
അമ്മ മാത്രവും പോരാ, രണ്ടുപേരും വേണം. അമ്മയും വേണം, അപ്പനും വേണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, മറിയം മറിയം മാതാവല്ലാത്തവന് ദൈവം ദൈവം പിതാവുമല്ല. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. തിരിച്ചറിയണം മക്കളെ, ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്വപുത്രന് ആരെയാണോ അമ്മയായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സ്വപുത്രന് ആരെയാണോ അമ്മയായിട്ട് തെരഞ്ഞെടുക്കുന്നത്, ആ വ്യക്തിയായിരിക്കും മനുഷ്യവർഗത്തിന്റെ മുഴുവനും അമ്മ. ഇതാനാദിയിലെ ദൈവത്തിന്റെ പദ്ധതിയാ. രണ്ടാമത്തെ ഒരു പദ്ധതിയുണ്ട്. സ്വപുത്രന് എന്തൊക്കെ കൊടുക്കാനായിട്ടാണോ ദൈവം ആഗ്രഹിച്ചത്, അത് മുഴുവനും തന്റെ ദത്തുപുത്രർക്കും ദൈവം കൊടുക്കുമെന്ന് ആനാദിയിലെ ദൈവം ഈ തീരുമാനമെടുത്തു. രണ്ട് തീരുമാനമാണ്. ഒന്ന്, യേശുക്രിസ്തുവിന് ആരെയാണോ അമ്മയായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ആ അമ്മ മനുഷ്യവർഗത്തിന്റെ മുഴുവനും അമ്മയായിരിക്കും. രണ്ട്, സ്വപുത്രൻ എന്തൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നോ അത് മുഴുവനും ദത്തുപുത്രർക്കും കൊടുക്കുമെന്നുള്ള കാര്യം. അതുകൊണ്ടാ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ അൽഫോൻസ് ലീഗോരി വീണ്ടും പറഞ്ഞു വെക്കുന്ന ഒരു ആത്മീയ രഹസ്യമുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് രണ്ടു മക്കളാ. ഒന്ന് ശാരീരികമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ മകൻ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തുവാണെങ്കിൽ, രണ്ടാമത്തെ മകൻ എന്ന് പറയുന്നത് ദത്തുപുത്രരായിട്ടുള്ള നമ്മളാണ്. എന്നിട്ട് അൽഫോൻസ് ലീഗോരി പറയുവാണ്, യേശുക്രിസ്തു, അല്ലെങ്കിൽ അൽഫോൻസ് ലീഗോരി പ്രകാരം പറഞ്ഞു വെക്കുവാണ്, പ്രിയപ്പെട്ട മക്കളെ, നീ പരിശുദ്ധ യേശുക്രിസ്തുവിന് ഒരമ്മയും നമുക്ക് മറ്റൊരമ്മയുമല്ല. യേശുക്രിസ്തുവിനും നമുക്കും ഒരേ ഒരമ്മയേ ഉള്ളൂ എന്നുള്ള സത്യം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ആ സഭാപിതാവായി ഒറിജിൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, മറിയത്തിന് രണ്ടു മക്കള്. പ്രകാരം പറയുന്നേ, ഒന്ന് ദൈവവും കർത്താവുമായിട്ടുള്ള മനുഷ്യനുമായിട്ടുള്ള യേശുക്രിസ്തു, രണ്ട് സാധാരണക്കാരായ നമ്മള്. എന്നിട്ട് ഒറിജിൻ പറയുവാണ്, യേശുക്രിസ്തുവിന് അമ്മ മാതാവ് ശാരീരിക മാതാവാണെങ്കിൽ, ദത്തുപുത്രരായ സാധാരണക്കാരായ നമുക്ക് പരിശുദ്ധ മറിയം ആത്മീയ മാതാവാണ് എന്നുള്ള സത്യം. ഒരിക്കൽ കൂടി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇപ്രകാരം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ശിരസ് മാത്രമായിട്ട് ജന്മം കൊടുക്കാറില്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ശിരസും കാണും, ഉടലും കാണും. കേൾക്കണം, ശിരസും കാണും, ഉടലും കാണും, അവയവങ്ങളും കാണും. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് നമുക്കറിയാം, യേശുക്രിസ്തു സഭയുടെ ശിരസ. അമ്മ മാതാവ് ഈ ശിരസ് മാത്രമല്ല സൃഷ്ടിച്ചത്, മറിച്ച് ഉടലും അവയവങ്ങളും കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന് ജന്മം കൊടുത്തപ്പോൾ തന്നെ ഈ അമ്മ മാതാവ് നമുക്ക് കൂടി ജന്മം തന്നു. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം യേശുക്രിസ്തുവിന്റെ അമ്മയുമാണ്, ഒപ്പം നമ്മുടെയും അമ്മയാ. യേശുക്രിസ്തു പരിശുദ്ധ കന്യകാമറിയം യേശുക്രിസ്തുവിന്റെ അമ്മ മാത്രമല്ല, സഭയുടെ മാതാവ് കൂടിയാ. തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു 9 മാസക്കാലം അമ്മ മാതാവിന്റെ ഉദരത്തിൽ സന്നിഹിതനായിരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും 9 മാസക്കാലം ഈ അമ്മ മാതാവിന്റെ ഉദരത്തിൽ സന്നിഹിതനായിരുന്നെന്ന്. അതുകൊണ്ടാ പറയുന്ന പരിശുദ്ധ കന്യകാമറിയം യേശുക്രിസ്തുവിന്റെ അമ്മ മാത്രമല്ല, നമ്മുടെയും അമ്മയാ. യേശുക്രിസ്തുവിനും നമുക്കും ഒരേ ഒരമ്മ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, പോൾ 6 മാർപ്പാപ്പ പറയുന്ന കാര്യപ്രകാരമാണ്, അവളുടെ സമ്മതം വഴി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ അവൾ ദൈവത്തിന്റെ അമ്മയായി, ഒപ്പം ജീവിക്കുന്ന എല്ലാവരുടെയും മാതാവായി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തു മനുഷ്യവർഗത്തോട് എപ്പോഴാ ഐക്യപ്പെട്ട്?
യേശു ക്രിസ്തു എപ്പോഴാണോ അമ്മ മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ഉദരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് ആ നിമിഷം മനുഷ്യവർഗത്തോട് മുഴുവനും ഈ കാണുന്ന യേശു ക്രിസ്തു ഐക്യപ്പെട്ടു. കാരണം ആ കാണുന്ന അമ്മയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു മാത്രമല്ല, ഈ മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ മാതാവ് യേശു ക്രിസ്തുവിന്റെ മാത്രം അമ്മയല്ല, മറിച്ച് മനുഷ്യവർഗത്തിന്റെ മുഴുവനും അമ്മയാണെന്ന് പറയാൻ കാരണം പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നമുക്ക് തന്നത് രണ്ടാം അമ്മയല്ല മക്കളെ. ശരിക്കും പരിശുദ്ധ അമ്മ മാതാവ് യഥാർത്ഥത്തിൽ നമ്മുടെ മാതാവ്. നമുക്ക് ശാരീരിക ജന്മം നൽകിയ ഒരു അമ്മയുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് വിഷമിച്ചേക്കരുത്. ആ അമ്മ നമ്മുടെ രണ്ടാനമ്മയാണ്. യഥാർത്ഥ ആ മാതാവ് അമ്മ എന്ന് പറയുന്നത് സത്യത്തിൽ പരിശുദ്ധ കന്യകാമറിയമാ. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു: മറിയം ക്രിസ്തുവിൻ്റെ അവയവങ്ങളായ നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ അമ്മയാണെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ മക്കളെ, നമുക്ക് ശാരീരികമായ ജന്മം നൽകിയ ഒരമ്മ നമ്മുടെ വീട്ടിലില്ലേ? ഈ അമ്മ നമ്മുടെ അമ്മയാകുന്നതിന് എത്രയോ വർഷം മുമ്പ്, എത്രയോ കാലം മുമ്പ് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ അമ്മയായി തീർന്നതാ. നമ്മൾ മരിച്ചിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് അവിടെയും വിളിക്കാൻ ഒരേ ഒരമ്മയേ ഉള്ളൂ, അത് പരിശുദ്ധ കന്യകാമറിയമാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുക മക്കളെ, ഈ യഥാർത്ഥ മരിയ ഭക്തി ഉണ്ടല്ലോ, യഥാർത്ഥ പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി എന്ന് പറയുന്നത് അമ്മയുടെ അപദാനങ്ങൾ കുറച്ച് പ്രകീർത്തിക്കുന്നതല്ല, അമ്മയുടെ നൊവേനയിൽ ചില പങ്കുചേരുന്നതല്ല, അമ്മയുടെ പ്രാർത്ഥന ചിലത് ഉരുവിടുന്നതല്ല, മറിച്ച് പരിശുദ്ധ അമ്മ മാതാവിനെ എൻ്റെ സ്വന്തം അമ്മയായി സ്വീകരിച്ചിട്ട് ആ അമ്മയുടെ മകനായിട്ട് മകളായിട്ട് ഞാൻ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ മരിയ ഭക്തി എൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം മനസ്സിലാക്കിയ വ്യക്തിയാ വിശുദ്ധ കൊച്രേസ്യ. വിശുദ്ധ കൊച്രേസ്യ ചെയ്ത കാര്യം എന്താ? പരിശുദ്ധ അമ്മ മാതാവിനെ യഥാർത്ഥ അമ്മയായിട്ട് കൊച്രേസ്യ സ്വീകരിച്ചു. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ആ കൊച്രേസ്യ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇപ്രകാരം അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അമ്മേ, ഞാൻ നിന്നെക്കാളും വലിയ ഭാഗ്യവതിയാ. കാരണം എനിക്ക് ഇത്രയും സ്നേഹമുള്ള ഒരമ്മയുണ്ടല്ലോ, നിനക്കതില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഡൊമിനിക് സാവിയോ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്കെപ്പോഴും അമ്മേ നിന്റെ പുത്രനായിരുന്നാൽ മാത്രം മതി. കാരണം പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ടു, സ്വന്തം അമ്മയായി സ്നേഹിച്ചു. എന്നിട്ട് ആ ദൈവമക്കളൊക്കെ ആ അമ്മയുടെ മക്കളായിട്ട് തീർന്ന് ജീവിക്കാൻ തുടങ്ങി. മക്കളെ, നമ്മുടെ വിളി എന്ന് പറയുന്നത് ഇത് തന്നെയാ. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാ: പിതാവായ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിന്ന് പറയാൻ ഒറ്റ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയെ അമ്മയായി തന്നു എന്നല്ല ഞാൻ പറയുന്നത്, പരിശുദ്ധ അമ്മ മാതാവിനെ യഥാർത്ഥ അമ്മയായിട്ട് നമുക്ക് തന്നു എന്നതാ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേല്, വിശുദ്ധ ഗബ്രിയേല്, വിശുദ്ധ റഫായേല്, നവവൃന്ദം മാലാഖമാര്, ദൈവദൂതന്മാര് ഈ അമ്മ മാതാവിനെ ശുശ്രൂഷിക്കുക, ഈ അമ്മ മാതാവിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അമ്മയെ കാണുമ്പോൾ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മുഖ്യദൂതനായിട്ടുള്ള മിഖായേൽ അമ്മ മാതാവിൽ നിന്നും ഒരാജ്ഞ കിട്ടാനായിട്ട് കാത്തു നിൽക്കുക. എന്നാൽ നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയോടൊപ്പം നടന്നിട്ട്, അല്ലെങ്കിൽ ഈശോയുടെ കൂടെ നടന്നിട്ട് അമ്മയെ കാണുമ്പോൾ അമ്മേ എന്ന് ചങ്കുപൊട്ടി സ്നേഹത്തോടെ വിളിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ഇത് കിട്ടിയ മക്കളാണ് നമ്മള്. ഈ മക്കൾക്കൊരു ദൗത്യമുണ്ട് മക്കളെ. അത് മറ്റൊന്നുമല്ല,
ഈ ലോകത്തിൽ പാപം പെരുകുമ്പോൾ, ഈ ലോകത്തിൽ തിന്മ പെരുകുമ്പോൾ, ഈ ലോകത്തിൽ ലോകശക്തികൾ പാപശക്തികൾ പെരുകുമ്പോൾ അമ്മയുടെ സന്ദേശം മനസ്സിലാക്കി അതിനെ തകർക്കാൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരു വിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ ഒത്തിരി അമ്മമാരില്ലേ? ആ അമ്മമാര് മക്കളെ ഒത്തിരി സ്നേഹിക്കുന്നില്ലേ? ആ അമ്മമാരുടെ മുഴുവനും മക്കളോടുള്ള സ്നേഹം ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മളെ എന്തുമാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, അമ്മ സ്നേഹിക്കുന്നതിൻ്റെ ഒരു നിഴൽ മാത്രമേ ആകുന്നുള്ളൂ ലോകത്തിലുള്ള സകല അമ്മമാരും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നിടത്ത് ചേർത്ത് വെച്ചാൽ. എന്ന് വെച്ചാൽ മറ്റൊരു രീതി പറയുവാണെങ്കിൽ, സകല വിശുദ്ധരും സകല വാഴ്ത്തപ്പെട്ടവരും എന്തോരം അവർക്ക് സ്നേഹമുണ്ടോ, അവരുടെ സ്നേഹം ഒരു സൈഡിൽ വെക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ സ്നേഹിക്കുന്ന വെച്ച് തുലനം ചെയ്ത് നോക്കുമ്പോൾ അമ്മ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ചെറിയ നിഴൽ മാത്രമേ വിശുദ്ധരുടെ സ്നേഹമായി തീരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ഒന്നാമത്തെ കാര്യം അമ്മയെ അറിയണം. 2, അറിയുന്ന മക്കളൊക്കെ അമ്മയെ സ്നേഹിക്കണം. 3-ാമത്തെ കാര്യം, മക്കളെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചിട്ട് അനുഭവിക്കണം. ആ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അമ്മ നൽകുന്ന സന്ദേശങ്ങൾ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ, അമ്മയുടെ കണ്ണീരൊപ്പാൻ പറ്റുകയുള്ളൂ, അമ്മയുടെ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ നിന്നുകൊണ്ട് പരിഹാരം ചെയ്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നിന്നേ 2 കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർക്കാം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാ എനിക്കൊരമ്മയെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് ഒരമ്മയെ കൊടുത്തു. എനിക്ക് മറ്റൊരമ്മയല്ല തന്നെ, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒരേ ഒരമ്മയാ. എനിക്കും ഈശോയ്ക്കും ഒരേ ഒരമ്മയാ, 2 അമ്മയല്ല. മക്കളെ, അമ്മയെ മനസ്സിലൊന്ന് കണ്ടേ. യേശുക്രിസ്തു അമ്മ മാതാവിന്റെ ഉദരത്തില് 9 മാസക്കാലം സന്നിഹിതനായിരുന്നത് പോലെ ഉടലായിട്ട് ഞാനും 9 മാസക്കാലം ഉണ്ടായിരുന്നു. ആ അമ്മ എന്റെയും അമ്മയാ, എൻ്റെ സ്വന്തം അമ്മയാ, എൻ്റെ യഥാർത്ഥ അമ്മയാ. അമ്മയെ മനസ്സിൽ കണ്ടിട്ട് അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞിനെ പോലെ നിന്ന് അമ്മയെ വട്ടമൊന്ന് കെട്ടിപ്പിടിച്ച മനസ്സുകൊണ്ട് അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ശിരസ്സൊന്ന് ചേർത്ത് വെച്ച് കൊടുത്ത്, മുഖം ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്ത് അമ്മയോട് പറ, എൻ്റെ സ്വന്തം അമ്മയല്ലേ, എൻ്റെ ഈശോയുടെ അമ്മേ, എൻ്റെയും കൂടി അമ്മയല്ലേ, എനിക്ക് ഇത്ര നല്ല ഒരമ്മയെ തന്ന ദൈവമേ, നിനക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുക. ഈശോയുടെ അമ്മ എൻ്റെയും അമ്മയാണല്ലോ. ആ അമ്മേ, ഇതാ എന്നെ ചേർത്ത് പിടിക്കണമേ. എൻ്റെ അവസ്ഥ കാരണമേ എനിക്ക് സ്വർഗത്തിൻ്റെ കണ്ണീരൊപ്പാൻ, സ്വർഗത്തിൻ്റെ വേദന മനസ്സിലാക്കി പരിഹാരം ചെയ്യാനുള്ള ഒരു കൃപ അമ്മേ നീ എനിക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ആത്മാർത്ഥമാകിട്ട് അമ്മയുടെ സ്നേഹം ഒന്ന് നുകർന്നേ. അമ്മയുടെ ഹൃദയത്തിലെ ആ സ്നേഹഭാവങ്ങൾ മുഴുവനും നുകർന്നിട്ട് അമ്മയോട് പറഞ്ഞ്, ഈശോയുടെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തു നല്ലമ്മ എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അമ്മയുടെ ഹൃദയത്തിലേക്ക് ചാരിക്കടന്നുകൊണ്ട് എന്തു നല്ലമ്മ എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അമ്മയുടെ സ്നേഹം കിട്ടാത്ത മക്കള് കാണില്ലേ? ലോകത്തിന്റെ സ്നേഹം പേടി നടക്കുന്ന മക്കള് കാണില്ലേ? ഇതാ കുഞ്ഞെ, നഷ്ടപ്പെട്ട സ്നേഹം മുഴുവനും ഇതാ തരുന്ന യഥാർത്ഥ അമ്മ നിന്റെ തൊട്ടടുത്ത് അമ്മയെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞേ, ഇത്ര നല്ല ഒരമ്മേ. എന്തു നല്ലമ്മ എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അമ്മയെ വട്ടമൊന്ന് കെട്ടിപ്പിടിച്ച മക്കളെ, അമ്മ നമ്മളെയും ചേർത്ത് പിടിച്ചേക്കുക, അമ്മയുടെ സ്വന്തമാക്കിക്കുക. എനിക്കമ്മ ഇതാ എൻ്റെ സ്വന്തം അമ്മയായിട്ട്, യഥാർത്ഥ അമ്മയായിട്ട് അമ്മ മാറിയിരിക്കുക. നമ്മളോട് അമ്മ പറയുന്നത്,
കുഞ്ഞേ, നീ എൻ്റെ സ്വന്തമാ, ഞാൻ നിന്റെയും സ്വന്തമാ. കുഞ്ഞേ, നീ എൻ്റെ സ്വന്തമാ, ഞാൻ നിന്റെയും സ്വന്തമാ. എൻ്റെ അമ്മ എൻ്റെ ഈശോയുടെയും അമ്മയല്ലേ? അമ്മേ, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. ഈ അമ്മയുടെ കൈത്തുമ്പിൽ നിന്നും പിടിപെടാതെ ജീവിക്കാൻ അമ്മേ നീ എന്നെ സഹായിക്കണമേ. സ്വർഗത്തിൻ്റെ വേദന മുഴുവനും പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള കൃപ അമ്മേ നീ എനിക്കൊന്ന് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ദാഹിച്ചേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മയുടെ സ്നേഹം നുകർന്നേ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, ഇത്ര നല്ല ഒരമ്മ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്ന ഒരേ ഒരമ്മ, യഥാർത്ഥ അമ്മ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ. അമ്മയെ ആവേ മരിയ പാടി വിളിച്ചേ. ആവേ മരിയ കന്യാമാതാവേ, ദാഹിച്ചേ. ആവേ മരിയ അമ്മേ കന്യാമാതാവേ, ആവേ മരിയ, ആവേ മരിയ. മക്കളെ, ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് ചേർന്നിട്ട് ഒന്ന് മുഖത്തേക്ക് നോക്കിക്കേ. അമ്മയുടെ കണ്ണിലൂടെ കണ്ണീരൊഴുകുന്നുണ്ടോ? നമ്മളെ ഓർത്തല്ല മക്കളെ, സ്വർഗത്തിൽ പാപം പെരുകുന്നത് കണ്ടിട്ട് അമ്മയുടെ രക്തക്കണ്ണീരൊഴുകുക. പാപം വർദ്ധിക്കുന്നത് കണ്ടിട്ട് അമ്മ കരഞ്ഞു പോകുക. നമ്മളോട് അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം, കുഞ്ഞേ എന്നെ സഹായിക്കാൻ നീ വരുമോ? എൻ്റെ കൂടെ നീ ഒന്ന് വരാമോ? എൻ്റെ മകൻ്റെ കണ്ണീര് നീ കാണുന്നില്ലേ? സ്വർഗത്തിൻ്റെ വേദന നീ കാണുന്നില്ലേ? ഈ ലോകത്തിൽ പാപം ചെയ്ത മക്കൾക്ക് വേണ്ടി ആ ആത്മാക്കളെ മുഴുവനും ഒന്ന് രക്ഷിക്കാൻ, ആ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ കണ്ണീരിനോട് ചേർന്ന് നിനക്കൊന്ന് പരിഹാരം ചെയ്യാമോ? നിനക്കൊന്ന് പ്രാശ്ചിത്തം ചെയ്യാമോ? കുഞ്ഞെ, നിനക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അമ്മയുടെ രക്തക്കണ്ണീര് കണ്ട് ആ കണ്ണീര് തുടച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞ, അമ്മേ ഞാൻ നിന്റെ സ്വന്താ, ഞാൻ നിന്റെ സ്വന്താ. രക്തക്കണ്ണീര് ഞാനും തുടയ്ക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടമ്മേ എന്നുള്ള ഒരുറപ്പ് കൊടുത്തേ മക്കളെ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. ഇല്ലമ്മേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ അമ്മേ. നിന്ദിക്കരുതേ നീ ഒരു നാളും. ഈശോയേ, യേശുവിൻ്റെ മുൻപിൽ നിനക്കായി എന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. ഈ ലോകത്തിൽ ദൈവമക്കൾ അമ്മേ യേശുവിനെ നിന്ദിക്കുമ്പോൾ, അമ്മയെ നിന്ദിക്കുമ്പോൾ ഇതാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പരിഹാരം ചെയ്യാൻ, അമ്മയുടെ കണ്ണീരൊപ്പാൻ ഞാൻ ഇതാ കർത്താവിന്റെ ദാസൻ, ദാസി. ആവേ മരിയ, 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 ആവേ മരിയ. അമ്മയുടെ ഹൃദയത്തിൽ ഒരു ചുംബനം കൊടുത്തുകൊണ്ട് ഇതാ അമ്മയുടെ വിരലിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈശോയെ ആരാധിക്കാനായിട്ട് പോകുക. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന അപ്പസ്തോലന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഒരു പെന്തക്കുസ്ത അനുഭവം കിട്ടിയേ. ഇതാ നിന്റെ തൊട്ടടുത്ത അമ്മയുണ്ട്. ആ അമ്മ നിന്റെ സ്വന്തം അമ്മയാ. അമ്മയോട് ചേർന്ന് ഇന്ന് മക്കൾ ആരാധിച്ചോണം.
അമ്മയോട് ചേർന്നുകൊണ്ട് ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചോണം. മക്കളെ, ഈ ലോകത്തിൽ ഇന്ന് കൃപ ഇറങ്ങും, ഇന്ന് കൃപ കൊടുക്കും. അമ്മയുടെ ദിനമാണ് ഈ 13-ാം തീയതി. ദൈവമക്കൾ മുഴുവനും അമ്മയോട് ചേർന്ന് ആരാധിച്ചോ, ആ സമയം സ്വർഗത്തിന്റെ കൃപ ഇറങ്ങും. നമുക്ക് ഈ പരിശുദ്ധ ആരാധനയിലേക്ക് ഒന്ന് ചേർന്ന് ഈ നിമിഷം പ്രവേശിക്കാം. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഈശോയേ, ആരാധന, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധന, 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 ആരാധന. മാലാഖമാരോട് ചേർന്ന് ആരാധന, 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 സ്വർഗവാസികളോട് ചേർന്ന് ആരാധിച്ചേ. ആരാധന, ശുദ്ധരുടെ കൂട്ടായ്മയില, ആരാധന, മാലാഖമാരുടെ കൂട്ടായ്മയില, ആരാധന, ആരാധന, സകല വാഴ്ത്തപ്പെട്ടവരോട് ചേർന്ന്, ആരാധന, അമ്മയോട് ചേർന്ന്, ആരാധന, യൗസേപ്പ് പിതാവിനോട് ചേർന്ന് ആരാധന, ആരാധന. ദൈവമേ, ആരാധന, ഈശോയ്ക്ക് ആരാധന. ആരാധന, 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 ആരാധന. ഒറ്റ വിളി യേശുവേ. ആരാധന. യേശുവേ, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, സ്വർഗത്തിന്റെ നാഥ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ നാഥ, ഞങ്ങളെ രക്ഷകനെ ആരാധന, ആരാധിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും യഥാർത്ഥ അമ്മയായിട്ട് പരിശുദ്ധ അമ്മ മാതാവിന് നൽകിയ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയിൽ 55 ദിവസവും നമ്മൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അമ്മ വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാ. ഈശോയെ ആരാധിക്കാത്ത, ഈശോയെ സ്നേഹിക്കാത്ത, ഈശോയെ ആശ്രയിക്കാത്ത, ഈശോയില് ശരണപ്പെടാത്ത, ഈശോയില് വിശ്വസിക്കാത്ത എല്ലാ മക്കൾക്കും വേണ്ടി മാപ്പ് ചോദിക്കണം. എന്നിട്ട് നമ്മൾ ഈശോയെ ആരാധിക്കണം, സ്നേഹിക്കണം, വിശ്വസിക്കണം, ശരണപ്പെടണം, നന്ദി പറയണം. ഇത് മക്കൾ നമ്മുടെ കടമയാ. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാ. ഇതാ ഈ നിമിഷം അമ്മ മാതാവിൻ്റെ, റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള ഏതൊക്കെ ദൈവമക്കള് അമ്മ മാതാവിനെ ഈശോയെ ആരാധിക്കാതെ, ഈശോയെ സ്നേഹിക്കാതെ, ഈശോയില് ശരണപ്പെടാതെ, ഈശോയില് വിശ്വസിക്കാതെ ലോകത്തിന്റെ പാപബന്ധനത്തിൽ കഴിയുന്നുണ്ടോ, അവർക്ക് വേണ്ടി അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കുക. മക്കളെ, കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഈ ലോകത്തില് ദൈവമക്കൾ ചെയ്യുന്ന സകല പാപത്തിന് ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ ദൈവമേ, ഇതാ ഭൂവാസികളോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്, പ്രപഞ്ച സൃഷ്ടികളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പാ, സ്വർഗത്തിലെ സകല ദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പാ, യേശുവേ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, കരമടിച്ച് ആരാധിക്കുന്നേ, ശക്തിയോടെ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആനന്ദത്തോടെ സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ജീവനുള്ള യേശുവേ, ഈ ലോകത്തെ രക്ഷിക്കുന്ന അപ്പാ, ഞങ്ങൾക്ക് യഥാർത്ഥ അമ്മയായിട്ട് അമ്മ മാതാവ് നൽകിയ യേശുവേ, നന്ദി കർത്താവേ. കരമടിച്ച് സന്തോഷത്തോടെ ആരാധിക്കട്ടെ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ നഗരം ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, ബാധകളൊഴിയും ആരാധനയെങ്കിൽ, ആരാധന 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 ആരാധന
മക്കളും സ്വരമുയർത്തി ചങ്കുപൊട്ടി ഒന്ന് വിളിച്ച യേശുവേ. ആരാധിക്കും മക്കളെ. ദൈവജനം ആരാധിക്കാത്ത ഏതൊക്കെ മക്കളുണ്ടോ അവർക്ക് വേണ്ടി ചങ്കുപൊട്ടി ആരാധിച്ച് ഈശോ. ലോകത്തില് പാപം പെരുകുമ്പോൾ ഈ ദൈവമക്കൾ മുഴുവന് യേശുവിന്റെ നാമം വിളിച്ച് ഒന്നാരാധിച്ച് കരങ്ങളടിച്ച് കരമടിച്ച് കരമടിച്ച് പാടട്ടെ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ പാതകളൊഴിയും ആരാധനയെങ്കിൽ, ബന്ധനമഴിയും ആരാധനയെങ്കിൽ, പാതകളൊഴിയും ആരാധനയെങ്കിൽ, ആരാധന 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 സന്തോഷത്തോടെ ആരാധിച്ച് ആരാധന 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 കരമുയർത്തി വിളിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കും മക്കളെ. സ്വർഗത്തോട് ചേർന്ന് ആരാധിച്ച്, സ്വർഗവാസികളോട് ചേർന്ന് ആരാധിച്ച്, അമ്മയോട് ചേർന്ന് ആരാധിച്ച്. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. യേശുവേ യേശുവേ. കരമടിച്ച് കരമടിച്ച് ആനന്ദത്തോടെ പാടി പ്രാർത്ഥിച്ചേ. യേശു ദൈവപുത്രൻ, സോ യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശുവേ. യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ. സോ ആരാധന 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 മാലാഖമാരോട് ചേർന്ന് ആരാധിച്ച്, ആരാധന വിശുദ്ധരോട് ചേർന്ന് ആരാധന ആരാധന ആരാധന. ദിവികാരുണ്യത്തെ നോക്കി കരമുയർത്തി വിളിച്ച യേശുവേ. മക്കളെ പ്രാർത്ഥിക്കട്ടെ. ആരാധിക്കും മക്കളെ, ആരാധിക്കും മക്കളെ. ഓ ഹോളി സ്പിരിറ്റ്. അമ്മ മാതാവിനോടും സകല വിശുദ്ധരോടും ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ 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 ആരാധന 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 ദൈവമേ. സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു ദൈവമേ. സ്വർഗത്തിനു വേണ്ടി ഈ ലോകത്തിലെ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ മോചനത്തിനായി ഞങ്ങൾ വിടുതലിനു വേണ്ടി ആരാധിക്കുന്നു അപ്പാ. അപ്പാ അധികമായി സ്നേഹിക്കുന്നു, ഈശോയെ, ഞങ്ങളെങ്കിൽ അധികമായി വിശ്വസിക്കുന്നു. ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് 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 ആരാധിച്ച്. ആമേൻ 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 ആമേൻ. പവർ 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 പവർ. കേലിയായിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, കേലിയായിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, കേലിയായിൽ നിറഞ്ഞവനെ, നമ്മളിൽ നിറയട്ടെ. കന്യാമറിയത്തിൽ കവിഞ്ഞവനെ,
കയ്യിൽ നിറയട്ടെ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. വലിയൊരു അഭിഷേകം. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ നിറയട്ടെ. അഭിഷേകം ചെയ്തിടണേ. സ്വർഗത്തിന്റെ ചൈതന്യം ഇറങ്ങാ. സ്ത്രീകന്മാരിൽ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ. സ്ത്രീകന്മാരിൽ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ആരാധന 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 ആരാധന. കരമുയർത്തി ചങ്കുപൊട്ടി വിളിച്ച യേശുവേ. അമ്മമാതാവിനോട് ചേർന്ന് പിതാവിനോട് ചേർന്ന് കർത്താവേ ഞങ്ങളെ ആരാധിക്കുന്നു. ഈശോയേ ഈശോയേ യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ നന്ദി 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 കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണടയ്ക്കാം. ഈശോയെ ഒന്ന് മനസ്സിൽ കണ്ട മക്കളെ, എൻ്റെ തൊട്ടടുത്തു നിൽക്കുന്ന ഈശോ ആരാധിച്ചപ്പോൾ സ്വർഗം വിട്ടിറങ്ങി എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുക. നമ്മളോട് ചോദിക്കുക, കുഞ്ഞേ കുഞ്ഞേ നീ എന്തിനെ ഓർത്താ ദുഃഖിക്കുന്നേ? നീ എന്തിനെ ഓർത്താ സങ്കടപ്പെടുന്നേ? നിന്റെ സങ്കടം എൻ്റെ കയ്യിലേക്ക് താ. യോഹന്നാൻ ഈശോയുടെ വക്ഷസിലേക്ക് ചേർന്ന് കിടന്നപ്പോൾ ആ ഈശോയുടെ ഹൃദയത്തിൻ്റെ വേദന മുഴുവനും മനസ്സിലാക്കുക. മക്കളെ, നമുക്ക് ഈ നിമിഷം ഈശോയുടെ വക്ഷസിലേക്കൊന്ന് ചേർന്ന് കിടന്ന് ആ ഈശോയുടെ ഹൃദയത്തിൻ്റെ വേദന നമ്മൾ ഇന്ന് വരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈശോയുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം ഒന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇന്ന് വരെ നോക്കിയിട്ടുണ്ടോ? നമുക്കെപ്പോഴും നമ്മുടെ വേദനയാ പ്രധാനപ്പെട്ടത്, നമ്മുടെ നൊമ്പരം മാത്രാ പ്രധാനപ്പെട്ട്. ഈശോയ്ക്കൊണ്ട് മക്കളെ കുറെ നൊമ്പരം. തൻ്റെ മക്കളെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഇത്രമാത്രം പരിപാലിച്ചിട്ടും ഇത്രമാത്രം പൊന്നോമനെ പോലെ വളർത്തിയിട്ടും തൻ്റെ മക്കൾ തന്നെ വിട്ടിട്ട് ലോകത്തിലെ പല കാര്യത്തെയും കയറി കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ അപ്പൻ ചങ്കുപൊട്ടി നൊമ്പരപ്പെടുക, വേദനിക്കുക. അപ്പൻ്റെ നൊമ്പരം കണ്ട്, അപ്പൻ്റെ ഹൃദയ വേദന കണ്ട് നമുക്ക് ഈശോയുടെ വക്ഷത്തിലേക്ക് ചേർന്ന് കിടക്കാം. ഈശോ ചോദിക്കുക, കുഞ്ഞേ എൻ്റെ അമ്മയോട് ചേർന്ന് എനിക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ, ഈ ലോകത്തിലെ മക്കളെ രക്ഷിക്കാൻ നീ തയ്യാറാണോ? എന്നെ നിന്ന് സഹായിക്കാമോ? ഈശോയുടെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ആരൊക്കെ പറയുന്നു, അവരെ ഈശോയുടെ ഈ നിമിഷം അമ്മയുടെ കൂടെ ഉപയോഗിക്കാൻ തുടങ്ങും. മക്കളെ, നമുക്ക് നമ്മുടെ പ്രശ്നത്തെക്കാളും വലുത് ഈ ലോകത്തിൽ ആത്മാക്കളുടെ നഷ്ടമാ. നമുക്കൊരു ആത്മാ പോലും നഷ്ടപ്പെടാതെ സ്വർഗത്തിൽ ആത്മാക്കളെ എത്തിക്കണം. നീ ഈശോയുടെ മുമ്പിൽ ഈ നിമിഷം ഈ നട്ടുച്ച നേരത്ത് വന്നിരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞേ, ഇത് മറ്റാരും വിളിച്ചത് കൊണ്ടല്ല, നിന്റെ പിതാവായ ദൈവം നിന്നെ വിളിച്ചത് കൊണ്ടാ. നിനക്ക് മാത്രമാ ഈശോയുടെ ഹൃദയത്തിന്റെ നൊമ്പരം അറിയാൻ
വിളികെട്ടിയിരിക്കുന്നേ. വിളികെട്ടിയ കുഞ്ഞേ, വിളികെട്ടിയ കുഞ്ഞേ, ഈശോയുടെ വശത്തോട് ചേർന്ന് കിടന്നിട്ട് ആ ഈശോയുടെ നൊമ്പരം മനസ്സിലാക്കി ഈശോയോട് പറ, ഈ ലോകത്തിലെ ആത്മാക്കളെ രക്ഷിക്കാൻ ഞാൻ റെഡിയാപ്പാ, ഞാൻ തയ്യാറാപ്പാ, ഞാൻ ഒരുക്കമാപ്പാ. എന്നെ ഉപയോഗിച്ചാലും മക്കളെ ഒന്ന് സമർപ്പണം നടത്തിക്കേ, മക്കളെ ഒരു സമർപ്പണം നടത്തിക്കേ. അപ്പാ, എന്നെ സ്വീകരിക്കണമേ, എന്നെ ഉപകരണമാക്കണമേ. തമ്പുരാന്റെ സന്നദ്ധിയിൽ ആരൊക്കെ സമർപ്പിച്ചവരെയൊക്കെ ഇപ്പോൾ ഈശോ തൊട്ടനുഗ്രഹിക്കുക, അവർക്ക് പുതിയൊരു അഭിഷേകം കൊടുക്കുക. ആത്മാക്കളെ രക്ഷിക്കാനുള്ള ശക്തമായ കൃപ വിളമ്പുന്ന സമയ സ്വീകരിക്കും മക്കളെ. ഒരു നിമിഷം നമുക്ക് ഈ സമയം ലോകത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. സാധിക്കുന്ന എല്ലാവരും ഈ നിമിഷം മുട്ടുകുത്തിക്കൊള്ളുക. നിങ്ങൾ ടിവിയുടെ മുന്നിലാണെങ്കിലും ഈ നിമിഷം സാധിക്കുന്ന പോലെ ഒന്ന് മുട്ടുകുത്തുക. മുട്ടുകുത്തി അല്പം വേദന സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോന്റെ മുമ്പിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. എത്രയോ മക്കളെ ഈ ഭൂമിയിൽ നഷ്ടപ്പെടുന്നത്. 10 പ്രമാണങ്ങൾ ലംഘിച്ച എത്രയോ മക്കളാ പാപത്തിന്റെ പടുകുഴി കിടക്കുന്നു. 7 മൂലപാപങ്ങൾ ചെയ്തുകൊണ്ട് എത്രയോ മക്കളാ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു ദിവസം തന്നെ വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ വഴി ആയിരക്കണക്കിന് 100 കണക്കിന് പാപങ്ങൾ നമ്മളും ചെയ്തു കൂട്ടിയില്ലേ? കഴിഞ്ഞ 13-ാം തീയതി തുടങ്ങി ഈ 13-ാം തീയതിക്കുള്ളില് എത്രയോ പാപത്തിൽ നമ്മൾ വീണു. എത്ര പാപം നമുക്ക് ഏറ്റുപറയാൻ പറ്റി? എത്ര പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റി? ഈ നിമിഷം നമുക്ക് പരിഹാരം ചെയ്യണ്ടേ? അപ്പാ, എൻ്റെ പാപങ്ങൾ, എൻ്റെ വിചാരം വഴി, വാക്ക് വഴി, പ്രവൃത്തി വഴി എനിക്കുണ്ടായ മുഴുവനും പാപങ്ങൾ ഇതാപ്പ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങള്, എൻ്റെ അപരാധങ്ങള് ഒന്ന് പുറത്ത് പാപകടത്തിൽ നിന്ന് എനിക്കൊന്ന് മോചനം തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഈശോയെ നോക്കി കണ്ണു തുറന്നൊന്ന് വിളിച്ചു പാടി പ്രാർത്ഥിക്കാമോ? അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമ്മുടെ മാതാപിതാക്കള്, ലോകത്തിലുള്ള എല്ലാ മാതാപിതാക്കള് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്ത പാപങ്ങള്, അത് വിചാരമാകാം, വാക്കുകൊണ്ടാകാം, പ്രവൃത്തി മൂലമാകാം, ഉപേക്ഷ മൂലമാകാം. മക്കളെ, ഏതൊക്കെ ലഘുവായ മാരക പാപങ്ങള് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ ആ പാപങ്ങൾ മുഴുവനും സമർപ്പിച്ചപ്പാ അവർക്ക് വേണ്ടി, അവരുടെ പാപ അപരാധങ്ങൾ പുറത്ത് ആ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇതാ ഞങ്ങൾ ദാഹിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കണമേ എന്നുള്ള ദാഹത്തോടെ വിളിച്ചു പാടിക്കേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമ്മുടെ കുടുംബത്തിൽ യുവജനങ്ങളില്ലേ? ഈ ലോകത്തിലെ യുവജനങ്ങളില്ലേ? എത്രയോ മക്കളാ പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നേ. ഏതൊക്കെ രീതിയിലുള്ള പാപ മേഖലയിലാ വീണേ? 10 പ്രമാണ ലംഘനം, 7 മൂലപാപങ്ങൾ, തിരുസഭയുടെ കൽപ്പനയ്ക്കെതിരായി ചെയ്തത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചത്, ദൈവഹിതത്തിനെതിരായി ചെയ്തത്, ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായി ചെയ്തത്, ദൈവത്തിന്റെ സ്നേഹത്തിനെതിരായി ചെയ്തത്, പ്രതികാരം ആവശ്യപ്പെടുന്ന കാര്യങ്ങള്, വെറുപ്പിന്റെ മേഖലകൾ. മക്കളെ, എത്രയോ പാപബന്ധനത്തിലായ യുവജനങ്ങൾ ഇന്ന് വീണ് കിടക്കുന്നു. ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഇതാ തമ്പുരാൻ നമ്മളെ വിളിച്ചേക്കുക. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദൈവമേ, ലോകത്തിൽ യുവജനങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപത്തിന് പരിഹാരമായിട്ട് ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പാപാപരാധങ്ങൾ പുറത്ത് രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു പാടിക്കേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഒരിക്കൽ കൂടി വിളിച്ചു പാടിക്കേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഓരോ ദിവസവും എത്രയോ കുഞ്ഞുമക്കളാ മക്കളെ പാപത്തിൽ വീണ് കിടക്കുന്നത്.
ടിവിയുടെ ബന്ധനത്തിലാകാം, മൊബൈലിന്റെ ബന്ധനത്തിലാകാം, ജഡിക പാപത്തിലാകാം, പ്രിയപ്പെട്ടവരെ അശ്ലീല കാഴ്ചകളിലാകാം. എത്രമാത്രം കുഞ്ഞുങ്ങളെ വീണ് കിടക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കൊരു കടമയില്ലേ? അവരിലൂടെ ലോകത്തിൽ പാപം പെരുകിയപ്പോൾ ആ ആത്മാക്കളെ രക്ഷിക്കാൻ ഒരു കടമ നമുക്ക് തമ്പുരാൻ തന്നിട്ടില്ല മക്കളെ. അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പാ, സകല കുഞ്ഞുങ്ങൾ ചെയ്ത പാപത്തിന് വേണ്ടി ഇതാ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ആ പാപ അപരാധങ്ങൾ പൊറുക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ അവർക്ക് വേണ്ടി കൂടി ഒന്ന് വിളിച്ചു പാടിക്കേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഒരിക്കൽ കൂടി അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. മക്കളെ, ഈ ലോകത്ത് ക്രൈസ്തവരായിട്ടുള്ള അനേകം മക്കളില്ലേ? കർത്താവിന്റെ വചനത്തിനെതിരായി ജീവിക്കുന്ന അനേകം മക്കളില്ലേ? പലതര ലോക ബന്ധനത്തിൽ കഴിയുന്ന അനേകം മക്കളില്ലേ? നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെട്ട അനേകം മക്കളില്ലേ? മക്കളെ, അവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച് ഇവർ ചെയ്തു പോയ പാപങ്ങള്, ഇവർ ലോകത്ത് വിതച്ചിട്ടുള്ള പാപങ്ങള്, ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതാ ഞങ്ങളെ നീ തെരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന്, അമ്മയുടെ രക്തക്കണ്ണീരിനോട് ചേർന്ന്, അമ്മയുടെ 7 വ്യാകുലങ്ങളോട് ചേർന്ന് ഇതാ ഈ മക്കൾ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ഞങ്ങൾ കരമുയർത്തിപ്പിടിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ആ പാപ അപരാധങ്ങൾ പൊറുക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിളിക്കാമോ? അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം മക്കളെ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ കരുണ ഈ ലോകത്തിലെ മുഴുവൻ മക്കളിലേക്ക് വരണം. സകല മാതാപിതാക്കളിലേക്ക്, സകല യുവജനങ്ങളിലേക്ക്, സകല കുഞ്ഞുമക്കളിലേക്ക്, ഈ ലോകത്തിലെ എല്ലാ ക്രൈസ്തവരിലേക്ക്, ഈ സ്വയം മറന്ന് ജീവിക്കുന്നവരിലേക്ക്, ലോകത്തിന്റെ പാപ നിമിഷ സുഖങ്ങളിൽ കഴിയുന്നവരിലേക്ക് ദൈവത്തിന്റെ കരുണയൊഴുകി ദൈവം അവരെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, കരുണ തോന്നണേ അപ്പാ, ലോകത്തോട് കരുണ തോന്നണേ അപ്പാ, ദൈവജനത്തോട് കരുണ തോന്നണേ അപ്പാ, ദൈവമക്കൾ ചെയ്ത പാപമേഖലയോട് കരുണ തോന്നണേ അപ്പാ. സ്തുതിക്കട്ടെ മക്കളെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ മക്കളെ, കരുണയ്ക്കായി യാചിക്കട്ടെ മക്കളെ. യേശുവേ ആരാധിക്കുന്നു അപ്പാ, ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പാ. ആത്മാക്കളെ രക്ഷിക്കണമേ, ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ, ആത്മാക്കളെ രക്ഷിക്കണമേ, ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 റിയ 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 റിയ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണപ്പാ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയോട് കണ്ണീരോടെ പറഞ്ഞേ, കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. ഈ ലോകത്തിലുള്ള മുഴുവൻ മക്കളോടപ്പാ, പാപിയാണു ഞാൻ നാഥ, ഒന്നുപോലും നഷ്ടപ്പെടല്ലേ അപ്പാ, പാപിയാണു ഞാൻ. ഒരാത്മാവ് പോലും നഷ്ടപ്പെടല്ലേ അപ്പാ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 13-ാം തീയതി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖല കൂടിയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പൂർവികരായി മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുണ്ടല്ലോ. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു പാപത്തിൻ്റെ ശമ്പളം ഇത്രമാത്രമുണ്ട്, പാപത്തിൻ്റെ കടം ഇത്രമാത്രമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടായിരുന്നു.
അതിൻ്റെ ഫലമായിട്ട് അവർ പരിഹാരം ചെയ്തില്ല, പ്രായശ്ചിത്തം ചെയ്തില്ല, പ്രാർത്ഥിക്കാൻ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഒന്ന് മാത്രം ആത്മാവ് ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നുണ്ട്. അവിടെ കിടക്കുന്ന ആത്മാക്കൾ ഇന്ന് നമ്മളോട് യാചിക്കുന്നുണ്ട്, കുഞ്ഞേ കുഞ്ഞേ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ആത്മാവിനെ കൂടി ഒന്ന് രക്ഷിക്കാമോ? ഞാൻ ചെയ്ത പാപത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനായി കൂടി നിങ്ങളൊന്ന് വില കൊടുത്ത് പരിഹാരം ചെയ്യാമോ? അപ്പൻ നഷ്ടപ്പെട്ടവർ, അമ്മ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ടവർ, സഹോദരൻ നഷ്ടപ്പെട്ടവരില്ലേ? ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച മക്കളെ, അവരുടെ പാപാപരാധങ്ങൾ പൊറുക്കുവാൻ, അവരുടെ പാപങ്ങൾ മോചിക്കുവാൻ ഇതാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അമ്മയുടെ രക്തക്കണ്ണീരിനോട് ചേർന്ന്, അമ്മയുടെ 7 വ്യാകുലങ്ങളോട് ചേർന്ന് ഒന്ന് കരമുയർത്തിപ്പിടിച്ച് ഈ ആത്മാക്കളുടെ കടങ്ങളുടെ മോചനത്തിനായി ഒന്ന് പരിഹാരം ചെയ്ത് ഉറക്കി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ. അപ്പായേ, ഈ ആത്മാക്കളെ രക്ഷിക്കണമേ, ഈ ആത്മാക്കളോട് കരുണയായിരിക്കണമേ, ഈ ആത്മാക്കളെ സ്വീകരിക്കണമേ, ഈ ആത്മാക്കളുടെ കടങ്ങൾ മോചിക്കണമേ, ഈ ആത്മാക്കളെ സ്വന്തമാക്കണമേ. ഹല്ലേലൂയാ 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 ഹല 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 ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. ഇവരുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് നിൻ തിരുസുതനാ അവരുടെ ജീവിതത്തിലുണ്ടായ പാപത്തിന്റെ കടങ്ങൾ വഴിയാ കൈക്കൊള്ളണമേ പ്രാർത്ഥന. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടി ത്യാഗം എടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. നിത്യപിതാവേ, സ്വീകരിക്കണേ അപ്പാ ഈ ആത്മാക്കളെ. കൊള്ളണമേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥനകൾ. ആസുതന്റെ യോഗ്യതയാ നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ ശുദ്ധീകരണാത്മാക്കളുടെ നാഥേ. പ്രാർത്ഥനകൾ. 2 കരങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് ചേർക്കാം മക്കളെ. റോസാമിസ്റ്റിക്ക മാതാവ് നൽകിയ സന്ദേശത്തിൽ ശക്തമാക്കിട്ട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും മക്കൾ തൻ്റെ വിളി ഉപേക്ഷിച്ച്, വൈദികാർത്ഥി ഉപേക്ഷിച്ച്, വൈദിക അവസ്ഥകൾ ഉപേക്ഷിച്ച് പോകുന്ന മക്കളെ ഓർത്ത് അമ്മ ഒത്തിരിയേറെ വേദനിക്കുന്നു എന്നാ പറയുന്നത്. നിങ്ങളുടെ വികാരി അച്ഛനെ സമർപ്പിച്ച്, നിങ്ങളുടെ കുടുംബത്തിൽ വൈദികരുണ്ടെങ്കിൽ സമർപ്പിച്ച്, നിങ്ങൾക്കറിയാവുന്ന വൈദികരെ മുഴുവനെ സമർപ്പിച്ച്, സ്വന്തക്കാരായ വൈദികരെ സമർപ്പിച്ച്, സ്നേഹിതരായിട്ടുള്ള വൈദികരെ സമർപ്പിച്ച്, വൃദ്ധസദനങ്ങളിൽ പോലുള്ള വൈദിക മന്ദിരങ്ങളിലായിരിക്കുന്ന വൈദികരെ സമർപ്പിച്ച്, വിവാഹം ആശീർവദിച്ച വൈദികൻ, ജ്ഞാനസ്നാനം നൽകിയ വൈദികൻ, കുർബാന നൽകിയ വൈദികൻ, നിങ്ങളെ കുമ്പസാരിപ്പിച്ച വൈദികൻ, നിങ്ങളെ ആശീർവദിച്ച വൈദികൻ, നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച വൈദികൻ, വചനം പങ്കുവെച്ച് തന്ന വൈദികൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നഷ്ടപ്പെട്ടു പോകരുത് മക്കളെ. ഒരു കടമയുണ്ട്, പൗരോഹിത്യത്തെ ജ്വലിപ്പിക്കാൻ, പൗരോഹിത്യത്തെ ഉണർത്താൻ. ഇത് അമ്മ നമ്മളോട് ഇന്ന് ആവശ്യപ്പെട്ടേക്കുവാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ നിന്ദിക്കാൻ ഇടവന്ന ഏതെങ്കിലും അവസ്ഥ വൈദികർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, പൗരോഹിത്യ മേഖലയിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈശോ വേദനിക്കാൻ ഇടവന്നു പോയ ഏതെങ്കിലും അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ, വൈദിക അവസ്ഥയിലോ സമർപ്പിത അവസ്ഥയിലോ ഈശോ ദുഃഖിക്കാൻ ഇടവന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മക്കളെ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ, അവർക്ക് വേണ്ടി കണ്ണീരൊടുക്കാൻ നമ്മളെ തമ്പുരാൻ വിളിച്ചേക്കുവാ. കരമുയർത്തി പിടിച്ച് സകല വൈദികർക്കും വേണ്ടി അവർ ആത്മാവിനാൽ നിറയപ്പെടാൻ, അവരുടെ പാവക്കടങ്ങൾ മോചിക്കപ്പെടാൻ ഈ നിമിഷം
കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ മക്കളെ. ആല 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 ആല. റിയ 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 റിയ. യേശുവേ സ്വീകരിക്കണേ അപ്പാ, അനുഗ്രഹിക്കണേ അപ്പാ. സകല വൈദികരെ അനുഗ്രഹിക്കണമേ, സകല സമർപ്പിതരെ അനുഗ്രഹിക്കണമേ. അവരുടെ പാപത്തിന് കടങ്ങളുടെ മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിനെ അയച്ച് തീയിറക്കി ശുദ്ധീകരിക്കണമേ, ഉണർത്തണമേ, ജ്വലിപ്പിക്കണമേ. അഗ്നിയാൽ അവരെ ഉറകൂട്ടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ നിറയണമേ. പാടിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ നിറയണമേ. സമർപ്പണത്തിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ നിറയണമേ. സമർപ്പണത്തിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ നിറയണമേ. വിശ്വാസ മേഖലയിൽ പരീക്ഷിക്കപ്പെടുന്ന വൈദികരിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ നിറയണമേ. ലോകമേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന വൈദികരിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ നിറയണമേ. വികാരത്തെ നിന്ദിച്ച അവസ്ഥയിലുള്ള വൈദികരിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ എല്ലാ ഇടവക വൈദികരിലും നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ എല്ലാ സമർപ്പകരിലും നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വൈദികരിൽ നിറയണമേ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട നമുക്കൊരു കടമയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സഭ. നമ്മുടെ സഭ മക്കളെ, നമ്മളെ ഉണർത്തുന്ന, നമ്മളെ ആത്മീയമായി ജ്വലിപ്പിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് ഈ രക്തവും ശരീരവും പ്രദാനം ചെയ്യുന്ന നമ്മുടെ സഭ. ആ സഭയെ കരുതൂക്കാൻ ഇന്ന് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും, പല കോണുകളിൽ നിന്നും പല ദുരാത്മാക്കൾ, ദുർശക്തികൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. സഭയെ സംരക്ഷിക്കേണ്ടത് നമ്മളാ. സഭയ്ക്ക് വേണ്ടി കോട്ട തീർക്കേണ്ടത് നമ്മളാ. നമ്മുടെ ജപമാല എന്ന ആയുധം കൊണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്നുള്ള പ്രാർത്ഥനയാകുന്ന ആയുധം കൊണ്ട്, വചനമാകുന്ന ആയുധം കൊണ്ട്, രക്തക്കണ്ണീരാകുന്ന ആയുധം കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടുള്ള ഒരു സംരക്ഷണ കോട്ട നമുക്ക് തീർക്കേണ്ടതുണ്ട്. നമ്മുടെ കത്തോലിക്ക സഭയെ സമർപ്പിച്ച്, നമ്മുടെ മെത്രാന്മാരെ കർദിനാളിനെ സമർപ്പിച്ച്, എല്ലാ പുരോഹിതരെ സമർപ്പിച്ച്, സഭയ്ക്കെതിരായി ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നും ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അത് മുഴുവനും ഇതാ തമ്പുരാന്റെ അതിശക്തമായിട്ടുള്ള ഇടപെടലാൽ നിർവീര്യമായി തീരാൻ, സഭയ്ക്കെതിരെ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾ, പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ടോ അത് മുഴുവനും ഇതാ നിർവീര്യമായി തീരാൻ മക്കളെ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കെതിരായി ഏതൊക്കെ ദൈവമക്കൾ, ഏതൊക്കെ ആത്മാക്കൾ, ഏതൊക്കെ ശക്തികൾ എന്നെ തകർക്കാൻ നോക്കുന്ന ഉണ്ടോ, അതാ അവർക്ക് വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പദ്ധതികള്, അവരുടെ ആലോചനകള്, അവരുടെ കെണികള് ഈ നിമിഷം നിർവീര്യമാകട്ടെ എന്ന്, നിർജീവമായി തീർക്കട്ടെ എന്ന്. മക്കളെ, സഭയ്ക്കെതിരെ നിൽക്കുന്ന ശത്രുക്കള് ഈ നിമിഷം ചിതറിക്കപ്പെടാൻ, തകരപ്പെടാൻ, മാറിപ്പോകാൻ, നിർവീര്യമായി തീരാൻ ദാഹത്തോടെ കരമുയർത്തിപ്പിടിച്ച് സഭയ്ക്ക് വേണ്ടി കുഞ്ഞാടുകളായ നമ്മള് ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ, ഈശോ, ഈശോയേ,
പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കോട്ട കെട്ടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. ഉണരട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. കരങ്ങൾ കൂപ്പി മുട്ടുകുത്താം. ഒരിക്കൽ കൂടി ഈശോയെ നോക്കാം. മക്കളെ, 2 മണിക്കൂർ നേരം തമ്പുരാൻ നമ്മളെ ശക്തമായിട്ട് അനുഗ്രഹിക്കുക. ദൈവം 2 കാര്യങ്ങൾ നമുക്ക് തന്നു. ഒന്ന്, ഈശോയുടെ അമ്മയെ നമുക്ക് സ്വന്തം അമ്മയായി തന്നു. 2, ഈശോയുടെ അമ്മയുടെ സ്വർഗത്തിൻ്റെ കണ്ണീര് നമ്മൾ കണ്ടിട്ട് പരിഹാരം ചെയ്യാൻ നമ്മളെ ഈശോ വിളിച്ചു. മക്കളെ, ഈ നിമിഷം ആ വിളിയേറ്റെടുത്ത് അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് ഇനി നമ്മൾ ജീവിക്കാൻ പോകുക. ഇനി നമ്മൾ നടക്കാൻ പോകുക. നമ്മളിനി പതറില്ല. നമ്മളിനി ഒരു സഹനം പോലും, ഒരു വേദന പോലും, ഒരു വിഷമം പോലും, ഒരു സങ്കടം പോലും പരാതിയായി പറയാതെ എല്ലാം ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച്, എല്ലാ അധ്വാനങ്ങളും കാഴ്ചവെച്ച് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, സാത്താൻ്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടാനായി നമ്മൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക. തമ്പുരാൻ തന്ന ഈ 2 മണിക്കൂർ നേരത്തെ ഓർത്ത് നന്ദി പറയാം. ഈശോയുടെ കൂടെ ഇരുത്താനായിട്ട് നമുക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിത്യതയുടെ നിത്യജീവന്റെ സുവിശേഷം നമുക്കറിയാം. ഈ ശുശ്രൂഷ ഇന്ന് വൈകുന്നേരം 9, ഇന്നലെ തുടങ്ങിയതാ, 25-ാം തീയതി വരെ 14 ദിവസം മക്കളെ സ്വർഗം വെളിപ്പെടുത്തിയ ഒരു ശുശ്രൂഷയാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മാവ് നിത്യതയിൽ സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ്. ആ ആത്മാവിന് നിത്യതയിൽ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു ദൈവ പൈതൽ എന്താണ് ചെയ്യേണ്ടേ, എങ്ങനെയാണ് ജീവിക്കേണ്ടേ, അവിടെ എത്തിയാലുള്ള ഗുണമെന്താണ് എന്നതിനെക്കുറിച്ച് 14 ദിവസം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എന്താണ് സ്വർഗം, എന്താണ് നരകം, എന്താണ് തനത് വിധി, എന്താണ് അന്ത്യവിധി, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം തരുന്ന ഒരു ശുശ്രൂഷയാ നിത്യജീവന്റെ ശുശ്രൂഷ. രാത്രി 9 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം മക്കളെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. ഒരു നിമിഷം മനസ്സുകൊണ്ട് ആ ശുശ്രൂഷയെ നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് ഒന്ന് ആശീർവദിച്ച്, ദൈവമേ, ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അനേകം മക്കളെ അതിലേക്ക് കൊണ്ടുവന്ന് ആ മക്കൾ മുഴുവനും രക്ഷ പ്രാപിക്കാൻ ഞാനൊരു മാർഗമായി, ഉപകരണമായി തീരുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈശോയെ അതിനെനിക്കൊരു കൃപ തരണമേ എന്ന് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈശോയുടെ ആശീർവാദത്തിനായി നമ്മളെ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അമ്മ മേരിക്കൊപ്പം ഞങ്ങൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്ന് നമ്മൾ അണങ്ങുന്നു. സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്ന്
നാഥൻ അണയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.